കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തുറന്നോസിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 104-ാമത്തെ സെഷനിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. തുടർമാനമായിട്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്ന് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. 18-ാമത്തെ അധ്യായമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം പഠിച്ച് നിർത്തിയത്. ഇന്ന് 19-ാമത്തെ അധ്യായത്തിലേക്ക് ആക്ച്വലി നമ്മൾ കടക്കണമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ നാം പഠിച്ചപ്പോൾ അതിന് ഉത്തരം പറയാൻ കഴിയാതെ പോയ ഒരു ചോദ്യം, ഒരു വിഷയം ബാക്കി നിൽപ്പുണ്ട്. അതിന് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഒരു വിഷയം കൂടെ ചേർത്ത് ഇന്ന് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ആക്ച്വലി 19-ാമത്തെ അധ്യായം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. 2 ദിവസം അതിൽ നിന്ന് ആ വിഷയത്തെ ശരിക്കും ആധികാരികമായിട്ട് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. അത് പഠിക്കുമ്പോൾ വേറെ ഒരു വിഷയങ്ങളും അതിൻ്റെ കൂടെ ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോകേണ്ടതാകിയാൽ ഈ വിഷയത്തിന് ആൻസർ പറയാനായിട്ട് ഞാൻ ഇന്നത്തെ സമയം വേർതിരിക്കുകയാണ്. അതുപോലെ കഴിയുമെങ്കിൽ ഇതിന് ശേഷം നമുക്ക് അവസരം ലഭിക്കുന്നുവെങ്കിൽ 19-ാം അധ്യായത്തിന്റെ സ്റ്റേജ് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ പ്രധാനമായിട്ട് നാം ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ആൻസർ പറയാൻ കഴിയാതെ പോയ ഒരു ചോദ്യം, അതായത് അപ്പോസ്തോലിക അധികാരം എന്നൊരു വിഷയത്തെക്കുറിച്ച് ഇന്ന് തുടർമാനമായിട്ട് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2 കാര്യങ്ങളാണ് അതിനോടുള്ള ബന്ധത്തിൽ നാം സംസാരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മറ്റ് മുഖവരകളൊന്നുമില്ലാതെ ഞാൻ സ്ട്രെയിറ്റ് ആ വിഷയത്തിലേക്ക് വരികയാണ്. പ്രധാനമായിട്ട് അപ്പോസ്തോലിക അധികാരം അല്ലെങ്കിൽ അപ്പോസ്തോലിക ഉപദേശം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ന് നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഒരു വിഷയം. 2, കള്ള അപ്പോസ്തോലന്മാർ, കപട വേലക്കാർ എന്ന് തിരുവചനത്തിൽ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നു. അവരാരാണ് ആ കള്ള അപ്പോസ്തലന്മാർ, ആരാണ് ആ കപട വേലക്കാർ? ഈ 2 വിഷയങ്ങളാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഒന്ന്, അപ്പോസ്തോലിക ഉപദേശം, അതായത് പ്രാരംഭമായിട്ട് ആ വിഷയം തന്നെ നമുക്ക് ചിന്തിക്കാം. അപ്പോസ്തോലിക അധികാരം അല്ലെങ്കിൽ അപ്പോസ്തോലിക ഉപദേശം എന്ന വിഷയം, ഇത് ഒരു എക്സ്പ്ലോസീവ് സബ്ജക്റ്റാണ്. ശരിക്കും ഒത്തിരി തർക്കങ്ങളും ഒത്തിരി ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകാവുന്ന, അയ്യോ എന്താണ് ഈ ബ്രദർ സംസാരിക്കുന്നത് എന്നൊക്കെ തലയിൽ കൈവച്ച് ചോദിക്കാവുന്ന നിലയിൽ ഒരു എക്സ്പ്ലോസീവ് സബ്ജക്റ്റ് ആണ് ഈ അപ്പോസ്തോലിക അധികാരം അല്ലെങ്കിൽ അപ്പോസ്തോലിക ഉപദേശം എന്ന് പറയുന്ന ഈ സബ്ജക്റ്റ്. ഞാൻ ഇതിലൊരല്പം കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ ആരെയെങ്കിലും വേദനിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ അതിൽ സന്തോഷിക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഞാൻ ഈ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയാസം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എനിക്ക് സന്തോഷമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്ന ഒരു ഭാഗമുണ്ട്. താൻ അവരെ ശകാരിച്ച് എഴുതുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിലും ഞാൻ അനുദപിക്കുന്നില്ല. ആ ലേഖനം നിങ്ങളെ കുറെ നേരത്തെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നത് കൊണ്ട് മുമ്പേ അനുദപിച്ചുവെങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. ഇങ്ങനെ പറയുന്നത് പോലെ, അതായത് പൗലോസ് അപ്പോസ്തലൻ ഇവർക്കൊരു ലേഖനം കഠിനമായിട്ട് എഴുതുന്നുണ്ട്, അവർക്ക് അതിൽ പ്രയാസമുണ്ടായിട്ടുണ്ട്. എന്നാൽ പോൾ അവരോട് പറയാണ്, ഞാൻ അങ്ങനെ ഒരു ലേഖനം എഴുതി ദുഃഖിപ്പിച്ചു, എങ്കിലും ഞാൻ അതിൽ അനുദപിക്കുന്നില്ല. കാരണം ആ ദുഃഖം കൊണ്ട് പ്രയോജനമുണ്ടായി. അടുത്ത വാക്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം, അവിടെ പറയാണ്, നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ അത്രേ. നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ഛേദം വരാതെ വണ്ണം ദൈവഹിത പ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. ഇവിടെ ഞാനിത് കാണിക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോസ്തോലിക അധികാരം, അപ്പോസ്തോലിക ഉപദേശം എന്നൊക്കെ ഒരു വിഷയം പറയുമ്പോൾ നമുക്ക് ഒരു പക്ഷെന്നുണ്ടെങ്കിൽ ചിലർക്ക് അതൊരു അല്പം പ്രയാസം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പ്രയാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ സന്തോഷിക്കുന്നു എന്ന് പറയാൻ കാര്യം, നിങ്ങൾക്ക് ആ കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ആ ദുഃഖം നിങ്ങളിൽ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ വിഷയത്തെ ആധികാരികമായിട്ട് മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങളുടെ ഹൃദയ നിലങ്ങളെ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വരികയാണ്. ഇന്ന് ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ച്, അതായത് അടിസ്ഥാനപരമായ ആധാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഊറ്റം കൊള്ളുന്ന ഒരു വിഷയമാണ് അപ്പോസ്തോലിക സഭ, അപ്പോസ്തോലിക പാരമ്പര്യം, അപ്പോസ്തോലിക ഉപദേശം, അധികാരം. ഞങ്ങൾ അപ്പോസ്തോലിക അടിസ്ഥാനത്തിന്മേൽ നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അതായത് ഈ സഭയുടെ പാരമ്പര്യം, ഏത് സഭയ്ക്ക് പാരമ്പര്യം ഏറ്റവും കൂടുതൽ തെളിയിക്കാൻ കഴിയുമോ അവരാണ് ഏറ്റവും ഓതന്റിക് സഭ, ഏറ്റവും വലിയ സഭയായി കണക്കാക്കപ്പെടുന്നു, ഏറ്റവും ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന സഭ.
അതായത് ദൈവവചനത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സഭ എന്ന് വിശ്വസിക്കപ്പെട്ടു വരുന്നു. ഏത് സഭയ്ക്ക് ഈ അപ്പോസ്തോലിക പാരമ്പര്യം, ആ അടിസ്ഥാനം ഏറ്റവും കൂടുതൽ തെളിയിക്കാൻ കഴിയുമോ അവരാണ് ഏറ്റവും ഓത്തന്റിക് സഭ എന്ന് വിശ്വസിച്ചു വരുന്നു. ഈ വിഷയത്തിലെ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ഗീതം ഓർത്തഡോക്സ് സഭകളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മിക്കവർക്കും അറിയുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതായത് ആദ്യ ആചാരിത്വം പ്രാപിച്ചു അഹരോൻ മോശയോടൊന്നിച്ച്. മോശ അത് സ്കറിയായിക്കേകി, സ്കറിയ അത് യോഹന്നാനേകി, യോഹന്നാൻ താൻ കർത്തായിക്കും, കർത്താ താൻ സ്ലീഹന്മാർക്കും എന്ന് പറയുന്ന ഒരു ഗാനം നമുക്കറിയാം. അതായത് ആദ്യ ആചാരിത്വം, അതായത് ആദ്യത്തെ പൗരോഹിത്യം, അത് അഹരോൻ പ്രാപിച്ചു മോശയോടൊന്നിച്ച്. അതാണ് അവരുടെ പാരമ്പര്യത്തിന്റെ പഴക്കം. നോക്കിയ യേശു ക്രിസ്തുവിനെയൊക്കെ താണ്ടി അങ്ങ് പോയിരിക്കുക. അഹരോൻ മോശയോടൊന്നിച്ച് ആദ്യ ആചാരിത്വം പ്രാപിച്ചു അഹരോൻ മോശയോടൊന്നിച്ച്. അവിടുന്ന് തുടങ്ങിയിരിക്കുന്ന പാരമ്പര്യമാണ് അവർക്ക്. മോശയിൽ നിന്ന് അത് യോഹന്നാൻ സ്നാപകന്റെ പിതാവായിരുന്ന സക്കറിയ വരെ എത്തി. അതായത് 87 പുരോഹിതന്മാരാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്, അതിനോടിടയിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മളെ ചരിത്രം പഠിപ്പിക്കുന്നത്. ആ അവസാനത്തെ പുരോഹിതനായിരുന്ന സക്കറിയ പുരോഹിതനിലെത്തി. സക്കറിയ പുരോഹിതൻ അത് യോഹന്നാൻ സ്നാപകന് കൈമാറി. യോഹന്നാൻ സ്നാപകൻ അത് യോർദാനിൽ കർത്താവിനെ സ്നാനം കഴിപ്പിക്കുമ്പോൾ യോഹന്നാൻ അത് കർത്തായിക്ക് കൈമാറി. കർത്താവൻ സ്ലീഹന്മാർക്കും, കർത്താവ് അത് പിന്നെ സ്ലീഹന്മാർക്ക് കൈമാറി. അങ്ങനെ സ്ലീഹന്മാരിൽ കൂടെ നമ്മിലെത്തിയിരിക്കുന്നു. ഇതാണ് ഓർത്തഡോക്സ് സഭകളിൽ പാടുന്ന ഒരു ഗീതം. അവരുടെ ആ ഒരു പാരമ്പര്യത്തെ ഊട്ടി ഉറപ്പിക്കാനായിട്ട് അവർ പാടുന്ന ഒരു ഗീതമാണ്. ഈ ശ്ലൈഹിക പാരമ്പര്യം അതിന്നും അനുസ്യൂതം തുടരുന്നു എന്നാണ് അവർ വിശ്വസിച്ചു വരുന്നത്. എന്നാൽ പെന്തക്കോസ്റ്റ്, കരിസ്മാറ്റിക്, ബ്രദറൻ, ചർച്ച് ഓഫ് ക്രൈസ്റ്റ്, ബാപ്റ്റിസ്റ്റ്, അനാബാപ്റ്റിസ്റ്റ് എന്നീ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാർ ഇത് തെളിയിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 2 പെന്തക്കോസ്റ്റ് നാളിലെ പരിശുദ്ധ ആത്മ പകർച്ചയിലൂടെ, അതായത് അപ്പോസ്തലന്മാരുടെ നേതൃത്വത്തിൽ കൂടി വന്ന ആ ഒരു യോഗത്തിൽ, ആ ഒരു മീറ്റിങ്ങിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവരുടെ ഇടയിൽ ഉണ്ടാവുകയും ആ പരിശുദ്ധാത്മ പകർച്ചയിലൂടെ ദൈവസഭയെ ആരംഭിക്കുകയും ചെയ്തു. അന്ന് ആരംഭിച്ച ആ സഭ അവരുടെ കൈവെപ്പിലൂടെ കൈമാറപ്പെട്ട് ഇന്നത്തെ നിലയിലെത്തിയിരിക്കുന്നു. ഇന്ന് അങ്ങനെ ആ ഒരു അപ്പോസ്തോലിക പാരമ്പര്യം നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നവര് വിശ്വസിച്ചു പോരുന്നു. ഇതൊക്കെയാണ് ക്രിസ്തീയ വിശ്വാസം. ഇതാണ് ഓരോ സഭകളുടെയും വിശ്വാസം. നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. എനിക്കിവിടെ നിങ്ങളോട് സ്നേഹമായിട്ട് ഓർപ്പിക്കാനുള്ളത്, ഒരു ലെയ്മാൻ പെർസ്പെക്റ്റീവിൽ, ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിൽ, ഇറ്റ്സ് എ ഹൈ ടൈം ടു ഗെറ്റ് സം ക്വസ്റ്റ്യൻസ് ക്ലാരിഫൈഡ് ഹിയർ. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടുന്നത് ഈ വിഷയത്തെ മനസ്സിലാക്കുവാൻ വളരെ അത്യന്താപേക്ഷിതമാണ്. നമുക്ക് എത്ര നാളാണ് കണ്ണടച്ച് പൊട്ടുകളിച്ച്, എത്ര നാളാണ് ഇരുട്ടത്ത് തപ്പി കണ്ണടച്ച് ഇരുട്ടാക്കി നടക്കാൻ കഴിയുക? സത്യത്തെ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയുക? എത്ര ഭാഷകളിൽ, എത്ര പാപത്തിൽ, എത്ര രൂപത്തിൽ ബൈബിൾ എഴുതി തിരുവചനം വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാവുന്ന രീതിയിൽ നമ്മുടെ കയ്യിൽ തന്നിരിക്കുമ്പോഴും ഈ അന്ധകാരത്തിൽ എന്തുകൊണ്ട് നാം ആയിരിക്കണം? സത്യവചനത്തെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുകയും അത് മനസ്സിലാക്കുന്ന അതേ സമയത്ത് തന്നെ സ്വർഗം നമ്മുടെ മുന്നിൽ തുറക്കുകയാണ്. നമ്മളെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുകയാണ്. നമ്മുടെ രക്ഷ ഉറപ്പാകുക. അത്രയും അഷ്വേർഡ് ആയിട്ടുള്ള ഒരു സ്വർഗീയ പദ്ധതി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഈ പാരമ്പര്യത്തിന്റെ അടിമത്തത്തിന്റെ കീഴിൽ നാം ആയിരിക്കണം? ഞാനൊരു വിമോചന പ്രസംഗം നടത്തുകയല്ല. സത്യമായിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാകുവാൻ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇതൊന്ന് ഇറക്കി വയ്ക്കുവാനുള്ള ആത്മഭാരം കൊണ്ട് ഞാൻ ഈ വിഷയത്തെ കൈവയ്ക്കുകയാണ്. ഇവിടെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടത് വളരെ പ്രസക്തമാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഈ 12 അപ്പോസ്തലന്മാരുടെ അടിസ്ഥാനത്തിലാണോ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ പണിയപ്പെട്ടിരിക്കുന്നത്? ഇവിടെ ക്രിസ്തീയ സഭകളെല്ലാം പാരമ്പര്യത്തിൽ ഭയങ്കര ഊറ്റം കൊള്ളുകയാണ്. ആദ്യ ആചാരിത്വം പ്രാപിച്ചു അഹരോൻ മോശയോടൊന്നിച്ച് അങ്ങനെ വന്ന് കർത്താവ് സ്ലീഹന്മാർക്ക് കൊടുത്തു, സ്ലീഹന്മാരുടെ നിന്ന് നമ്മുടെ കെട്ടി. ഏത് സ്ലീഹന്മാർക്കാണ് കർത്താവ് കൊടുത്തത്? 12 അപ്പോസ്തലന്മാർക്ക് കൈമാറിയെന്നും അവരിൽ കൂടെ നമുക്ക് ലഭിച്ചു എന്നൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. 12 അപ്പോസ്തലന്മാർ കൂടിയിരുന്ന അപ്പോസ്തല പ്രവർത്തികൾ 2 ആത്മപകർച്ചയിൽ സഭ ആരംഭിച്ചു എന്നും അന്ന് അവരുടെ കൈവപ്പിനാൽ അവരിൽ കൂടി ഈ അപ്പോസ്തോലികത്വം നമ്മിലേക്ക് കൈമാറപ്പെട്ടു വന്നിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇവിടെ പ്രസക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ 12 അപ്പോസ്തലന്മാരുടെ മേലാണോ സഭ പണിയപ്പെട്ടിരിക്കുന്നത്? ഒരു $1 മില്യൺ ക്വസ്റ്റ്യൻ ആയത്. ഇതിന് ഈ ബ്രദർ എന്താണ് ചോദിക്കുന്നത്? 12 അപ്പോസ്തലന്മാരല്ലാതെ വേറെ ഏത് അപ്പോസ്തലന്മാരുടെ മേലാണ് സഭ പണിതിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് എന്നോട് തർക്കുത്തരം ചോദിക്കാവുന്ന രീതിയിൽ ഉള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. എന്നാൽ ഈ ചോദ്യത്തിലും ഈ ഉത്തരത്തിലും ആയിരങ്ങൾ വിശ്വസിച്ചിരിക്കുക, 1000 വർഷങ്ങളായിട്ട് ജനം വിശ്വസിച്ചിരിക്കുക. ഇറ്റ്സ് എ ഹൈ ടൈം ടു സ്റ്റോപ്പ്, പോസ് ദെയർ ആൻഡ് തിങ്ക് അഗെയിൻ.
ഒരിക്കൽ കൂടി ചിന്തിക്കുക, ഈ 12 അപ്പോസ്റ്റലന്മാരുടെ മേലാണോ ക്രിസ്തീയ സഭ, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവസഭ പണിയപ്പെട്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടതിന്റെ സമയം അതിക്രമിച്ചിരിക്കുക. ഒന്നാമത്തെ ചോദ്യമാണ്, ഈ 12 അപ്പോസ്റ്റലന്മാരുടെ അടിസ്ഥാനത്തിലാണോ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ പണിയപ്പെട്ടിരിക്കുന്നത്? 2, പഴയ നിയമത്തിൽ ഉടനീളം പ്രതിപാദിക്കുന്ന ഒരു മണവാട്ടി സഭയുണ്ട്, അത് ദൈവസഭയല്ലേ? അതേതാണ്? സിയോനിൽ ഒരു കാഹളമൂതുവീൻ, സഭായോഗം വിളിപ്പീൻ, സഭയെ ശുദ്ധീകരിപ്പീൻ, സഭയെ വിളിച്ചു കൂട്ടുവീൻ എന്നൊക്കെ പറയുന്ന ഒരു സഭയെ ഉടനീളം പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് ഏത് സഭയാണ്? മണവാട്ടി സഭ. അത് ദൈവസഭയല്ലേ? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു, ദൈവത്തിന്റെ ദൈവസഭ എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് അതിനോടുള്ള ബന്ധത്തിൽ വേറൊരു കാര്യമാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് കർത്താവ് പറഞ്ഞത് ഏത് സഭയെ കുറിച്ചാണ്? ഇടിഞ്ഞു കിടക്കുന്ന പഴയ നിയമത്തിലെ സഭയെ പണിയുന്ന കാര്യമാണോ, അതോ അതിനെ കംപ്ലീറ്റ് വിട്ട് കളഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ന്യൂ സഭ പണിയുന്നതിനെ കുറിച്ചാണോ കർത്താവ് അവിടെ പറയുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഈ കാര്യങ്ങളെ കുറിച്ച് ഒരു ഏകദേശ ധാരണയെങ്കിലും നമുക്കില്ല എന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ നാം എന്നും കുന്നും നമ്മുടെ ആചാര്യന്മാരും നമ്മുടെ നേതാക്കന്മാരും ഒക്കെ പറയുന്നതിന് അടിമയായിട്ട് നാം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു നാൾ നമ്മുടെ മൂക്കിൽ നിന്ന് ശ്വാസം പോകും, ഒരു നാൾ കർത്താവ് വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകും. നാം ഇവിടെ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നതിന് മുമ്പായിട്ട് ഈ കാര്യം അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിത്യ നരകാഗ്നിയിലേക്ക് പോകുന്നതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം നമ്മളുടെ തന്നെയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ നിത്യ നരകാഗ്നി എന്ന് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേടിപ്പിക്കാനല്ല, അതൊരു സത്യമാണ്. ആ സത്യത്തെ നമുക്ക് മറയ്ക്കാൻ കഴിയത്തില്ല. ഒരു ഡോക്ടറുടെ അടുക്കൽ ചെന്ന് കഴിയുമ്പോഴത്തേന് നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ട് നടന്നാട്ട് എന്ന് പറഞ്ഞിട്ട് തോളത്ത് തട്ടി പറഞ്ഞു വിടുക അല്ല ചെയ്യുന്നത്. ഓപ്പറേഷൻ ചെയ്യേണ്ട കേസ് ആണെന്നുണ്ടെങ്കിൽ സർജറി ആവശ്യമാണെന്ന് പറയും, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തേ പറ്റൂ എന്ന് പറയും. അത് നമ്മളെ കൊന്നുകളയാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ട് എന്ന് പറയുന്നതുമാതിരി ഞാൻ ചില വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ടെങ്കിലും ഞാൻ ആദ്യം വായിച്ച് കേൾപ്പിച്ചതുപോലെ അത് നമ്മളെ ഒന്ന് പുനർചിന്തനത്തിന് ഇടയാക്കുമെങ്കിൽ, ഒന്നുകൂടെ ചിന്തിക്കാൻ അത് കാരണമാകുമെങ്കിൽ ഞാൻ അതിൽ സന്തോഷിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അത് നിങ്ങളെ ഓർപ്പിക്കുന്നത്. കാര്യം നമുക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ കഴിയത്തില്ല. മൂക്കിൽ നിന്ന് ശ്വാസം പോയി കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ഈ യാതനാ സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ട് വരും. യാതനാ സ്ഥലത്ത് അന്ത്യ നാളിലെ, അതായത് വെള്ള സിംഹാസനത്തെങ്കിലെ ന്യായവിധി വരെ യാതനാ സ്ഥലം, അത് നിത്യ നരകാഗ്നി അല്ല, പക്ഷെ ഉണ്ടെങ്കിൽ അത് യാതനാ സ്ഥലമാണ്, ടോർമെന്റ് പ്ലേസ് ആണ്. അവിടേക്ക് പോകേണ്ടതായിട്ട് വരും. അവിടെ സുഖമല്ല, അവിടെ ഭയങ്കര കഷ്ടത്തിൽ, നമുക്ക് സഹിക്കാൻ വയ്യാത്ത കഷ്ടമാണ്. അതാണ് ടോർമെന്റ് പ്ലേസ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഭയങ്കര അടക്കവും കാര്യങ്ങളും, റീത്തിന്റെ പുറത്ത് റീത്തും ഒക്കെ വെച്ചിട്ട് ഭയങ്കര ഭയങ്കര ശവകോട്ടയൊക്കെ പണിത് ഭംഗിയായിട്ട് അടക്കമൊക്കെ കൊടുക്കും. പക്ഷെ ആ മൂക്കിൽ നിന്ന് ശ്വാസം പോയ ആ സെക്കൻഡിൽ ആ പോയ ആളിനറിയാം എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. പിന്നെ നമ്മളിവിടെ കിടന്ന് എന്ത് പറഞ്ഞിട്ടും ഒരു പ്രയോജനവുമില്ല. ഇതാണ് രക്ഷാ ദിവസം. ഇപ്പോഴാണ് കറക്റ്റ് ചെയ്യാവുന്ന സമയം. ഇവിടെ വെച്ച് ഒരു തീരുമാനം എടുത്താൽ ഈ സെക്കൻഡിൽ, ഈ സമയത്ത്, ഈ ബൈബിൾ ക്ലാസ്സിനകത്ത് നാം രക്ഷിക്കപ്പെടുവാൻ കഴിയുന്ന കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇനി അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കേട്ടാലും ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല. ഞാൻ എന്ത് പറഞ്ഞാലും അതിൽ നിന്നൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല. ഇവിടെ നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് ഒരു ഏകദേശ ധാരണ ശരിക്കും ഉണ്ടായിരിക്കണം. ഇതിന് ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തണം. ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. ഞാൻ ഇതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല ഫാസ്റ്റ് ഫുഡ് മാതിരി അതിന് റെഡിമെയ്ഡ് ആൻസർ കിട്ടി, അതിന് നിങ്ങളിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകത്തില്ല. നിങ്ങൾ തന്നെ അതിനെ കണ്ടുപിടിക്കണം, എന്താണ് ഇതിന്റെ വാസ്തവം എന്നുള്ളത്. ഇത്രയും നാളും നമ്മൾ സൺഡേ സ്കൂൾ മുതലേ പഠിച്ചു വരിക കാര്യങ്ങൾ. എന്നാൽ ഈ അന്ത്യകാലത്തെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കുവാൻ അവസരം ഓപ്പൺ ആയിരിക്കുക. അന്ധകാരത്തിന്റെ പടുകുഴിയിലാണ് നമ്മൾ കിടന്നിരുന്നത്, ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നുവെങ്കിലും ഈ സത്യം എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ നമ്മൾ ആയിരുന്നിരിക്കുക. എന്നാൽ ഇപ്പോൾ തിരുവചനം നമ്മുടെ മുമ്പിൽ വ്യക്തമായിട്ട് തുറന്നിരിക്കുക. ഉൽപ്പത്തി 1:1 മുതൽ വെളിപ്പാടിന്റെ 22-ാമത്തെ അധ്യായത്തിന്റെ അവസാന വാക്യം വരെ എന്താ പറയുന്നതെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ എഴുതി നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. ഇനിയും ഞങ്ങളുടെ വെല്ലിപ്പച്ചൻ ഇങ്ങനായിരുന്നു പഠിപ്പിച്ചെന്ന് പറഞ്ഞിരിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അന്ത്യത്തിന്റെ ഉത്തരവാദി നിങ്ങൾ തന്നെ ആയിരിക്കും. അതുകൊണ്ട് എന്നെ സ്നേഹമായിട്ട് ശ്രദ്ധിക്കുവാനും ഈ കാര്യങ്ങളെ ദൈവസ്നേഹത്തോട് പഠിക്കുവാനും ഞാൻ ഓർപ്പിക്കുക. ഒന്നാമത്തെ ചോദ്യത്തിന് ഞാൻ അല്പം ഒന്ന് ഓപ്പൺ ആക്കി തരാം, എന്നാൽ നിങ്ങൾ തന്നെ അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. 12 അപ്പോസ്തലന്മാരുടെ അടിസ്ഥാനത്തിലാണോ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ പണിയപ്പെട്ടിരിക്കുന്നത്? അതിന്റെ ഉത്തരം ഞാൻ പറയാം, അല്ലേ അല്ല. 12 അപ്പോസ്തലന്മാരുടെ അടിസ്ഥാനത്തിൽ അല്ല സഭ പണിയപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ അവരുടെ അടിസ്ഥാനത്തിലേ അല്ല പണിതിരിക്കുന്നത്.
അവർ മരിക്കും വരെ അവർക്ക് ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ഈ സഭയെ കുറിച്ചൊരു വ്യക്തമായ ധാരണ പോലും ഉണ്ടായിരുന്നില്ല. ഇന്നുകൂടെ അവരോട് ചോദിച്ചാൽ ഇതിനെക്കുറിച്ചൊരു വ്യക്തത അവർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ സീരിയസ്ലി ഡൗട്ട്. അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് ദൈവം കൊടുത്തിരുന്നില്ല. തിരുവചനത്തെ നിങ്ങൾ ഇതിൽ എഴുതിയിരിക്കുന്നതിനെ വിശ്വസിക്കുന്നുവെങ്കിൽ, ആദരിക്കുന്നുവെങ്കിൽ, ഈ തിരുവചനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്. അവരോട് ഇത് വെളിപ്പെടുത്തിയിരുന്നില്ല. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ തന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. എങ്ങനെ? പരിശുദ്ധ ആത്മാവിനാൽ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. 12 അപ്പോസ്തലന്മാർ 3.5 വർഷം കർത്താവിന്റെ കൂടെ നടന്ന് അവരുടെ മിനിസ്ട്രിയും അവരുടെ ശുശ്രൂഷയും സകലതും പഠിച്ചതാണ്. യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ വേളയിൽ കർത്താവിൽ കൂടെ അവർ പഠിച്ചിരിക്കുന്നു എന്നല്ല ഇവിടെ പറയുന്നത്. പരിശുദ്ധ ആത്മാവിനാൽ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുക. പരിശുദ്ധ ആത്മാവ് വരുന്നത്, ലോകത്തിൽ വരുന്നത് കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷമാണ്. അതിനുശേഷം പരിശുദ്ധ ആത്മാവിനാൽ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുക. അതും കൊടുത്തിരിക്കുന്നത് പൗലോസ് അപ്പോസ്തലനെ എടുത്തതിന് ശേഷമാണ്. തനിക്ക് വെളിപ്പാടിനാൽ വെളിപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നത്. പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ തന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ 12 അപ്പോസ്തലന്മാർക്ക് ഈ വിഷയത്തെക്കുറിച്ച്, ഈ ക്രിസ്തീയ സഭ അല്ലെന്നുണ്ടെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവസഭയെ കുറിച്ച് ഒരു ധാരണയെ ഇല്ലായിരുന്നു. അവർക്ക് അതിനെക്കുറിച്ച് അറിയത്തേ ഇല്ലായിരുന്നു എന്ന് പറയുന്നതിൽ നിങ്ങൾ അതിശയിക്കണ്ട. എന്ന് പറഞ്ഞ് അവർ മോശക്കാരാണ് എന്നല്ല ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്. അവരെ വിളിച്ചിരുന്ന ഒരു ദൈവവിളിയുണ്ട്. അതിൽ അണുവട പുറകോട്ട് പോകാതെ കഴുത്ത് വെച്ചു കൊടുക്കാൻ സമർപ്പണത്തോട് നിന്ന 12 അപ്പോസ്തലന്മാർ തന്നെ അവരുടെ വിളി വേറെയാ. അവരെ യഹൂദിയ പദ്ധതിക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നവരാണ്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, നിങ്ങൾ ഭൂമിയെ അവകാശമാക്കും. അവരെ ഈ ഭൂമിയെ വീണ്ടെടുത്ത് ഭൂമിയിൽ രാജാക്കന്മാരെ പോലെ 12 ഗോത്രങ്ങൾക്കും തലവന്മാരായിരുന്ന 12 സിംഹാസനത്തിലിരുന്ന് ഈ ഭൂമിയെ വാഴുവാൻ, സ്വർഗം ഭൂമിയിലാകുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പറയുന്ന ആ സ്വർഗീയ പദ്ധതിയുടെ അപ്പോസ്തലന്മാരാണ്. അവരെ വിളിച്ചിരുന്ന വേലയിൽ നിന്നും ഒരണു ഇട പോലും അവർ തെറ്റ് ചെയ്യാതെ അതിനെ പാലിച്ചിരുന്നവരാണ്. അവർ കഴുത്ത് വെച്ചു കൊടുത്തവരും രക്തസാക്ഷികളായി മരിച്ചവരുമാണ്. അവരിൽ ഒരു കുറവുണ്ടെന്നോ അവരെന്തെങ്കിലും തെറ്റ് കാണിച്ചോ എന്നോ അല്ല ഞാൻ പറയുന്നത്. അതല്ല ക്രിസ്തീയ സഭ എന്ന് ക്രിസ്ത്യാനി മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. അത് യഹൂദിയ പദ്ധതിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ക്രിസ്തീയ മാർഗത്തെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. അവരത് അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ കാൽവറി യാഗത്തിലൂടെ തന്റെ ദേഹം എന്ന തിരശീല ചീന്തി തുറന്ന ആ പുതുവഴിയെക്കുറിച്ച് അവർക്ക് അറിയത്തില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ കാൽവറി യാഗത്തിലൂടെ തന്റെ ദേഹം എന്ന തിരശീല ചീന്തി കർത്താവ് കാൽവറിയിലൂടെ ആരംഭിക്കുന്ന ഒരു പുതുവഴിയുണ്ട്. അത് അവർക്ക് അറിയത്തില്ല. കർത്താവ് കാൽവറിയിൽ മരിച്ചത് അവർക്കറിയാം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനൊക്കെ വായിച്ചാൽ നമുക്ക് കാണാം. കർത്താവിന്റെ കാൽവറി മരണവും തോളോട് തല ചായ്ച്ച് കർത്താവ് കാൽവറിയിൽ ജീവനെ വിടുന്ന കർത്താവിനെ അവർക്കറിയാം. എന്നാൽ അതിലൂടെ ആരംഭിച്ചിരിക്കുന്ന ഒരു സ്വർഗീയ പദ്ധതി ഉണ്ട്. അതിനെക്കുറിച്ചൊരു വെളിപ്പാട് അവർക്ക് ലഭിച്ചിരുന്നില്ല. അതുപോലെ തന്നെ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്നൊരു സംഗതി അവർക്ക് ആർക്കും അറിയത്തില്ല. നിങ്ങൾക്ക് ഒരു പക്ഷേ അതിശയമായിട്ട് തോന്നും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് ഇതുവരെ ആരും പ്രസംഗിച്ചിട്ടില്ലാത്ത കാര്യമായത്. അതുകൊണ്ട് ഒരു കൾച്ചറൽ ഷോക്ക് എന്ന് പറയുന്ന മാതിരി ആദ്യമായിട്ട് ഇത് കേൾക്കുമ്പോൾ ഒരു ഷോക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതാണ് അതിന്റെ ഫാക്ട്, ഇതാണ് അതിന്റെ സത്യം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്നൊരു സദ്വർത്തമാനം അവർക്ക് അറിയത്തില്ല. 6 വർഷം കഴിഞ്ഞിട്ട് പോലും അതിന്റെ ലീഡറായിരുന്ന പത്രോസിന് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ദൈവം വളരെ ബുദ്ധിമുട്ടിയാണ് തന്നെ അങ്ങോട്ട് അയക്കുന്നത് തന്നെ. അവിടെ ചെന്നിട്ടും ചോദിക്കുന്നത്, എന്നെ എന്തിനാ വിളിച്ചത്? എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? അതിന്റെ ശേഷം പിറ്റേ അധ്യായം 11-ാമത്തെ അധ്യായം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന മുഴുവനും പരിച്ഛേദനക്കാരും 12 അപ്പോസ്തലന്മാരും ചേർന്ന് പത്രോസിന്റെ തല തിന്നുകയാണ്. നീ എന്തൊരു അന്യായമായി കാണിച്ചത്, നീ ജാതിയന്റെ വീട്ടിൽ പോയിരിക്കുന്നു, പോരാതെ അവന്റെ കൂടെ നീ ഭക്ഷണം കഴിച്ചിരിക്കുന്നു, എന്താ ഒരു വലിയ തെറ്റ് ചെയ്തിരിക്കുന്നതെന്നറിയാമോ? ഈ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഇവിടെ യവനെന്നും യഹൂദനെന്നും ഒന്നും വ്യത്യാസമില്ല. നമ്മളെല്ലാവരും ഒന്നാണ്, ഒരപ്പത്തിന്റെ അവകാശികളാണ്, ഒരപ്പന്റെ മക്കളാണ് എന്നുള്ള ആ ഒരു വെളിപ്പാട് അവർക്ക് ആർക്കും ലഭിച്ചിരുന്നില്ല. മരിക്കുന്നവരെ ആ വിഷയത്തിൽ അവർക്കൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ ജെറുസലേം കൗൺസിലിലും നിങ്ങൾ പരിച്ഛേദനക്കാരുടെ ഇടയിലും ഞങ്ങൾ അഗ്രചർമ്മികളുടെ ഇടയിലും ശുശ്രൂഷിച്ചുകൊള്ളാം, അതായത് നിങ്ങൾ ജാതികളുടെ ഇടയിലും ഞങ്ങൾ പരിച്ഛേദനക്കാരുടെ ഇടയിലും ശുശ്രൂഷിച്ചുകൊള്ളാം എന്നൊരു തീരുമാനം തന്നെ എടുക്കാൻ കാര്യം. നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മളിൽ യാതൊരു വ്യത്യാസവുമില്ല.
എല്ലാ ജാതി മത വർണ്ണ വർഗ ഭേദമന്യേ നമുക്ക് എല്ലാവർക്കും രക്ഷ കാൽവറിയിലൂടെ തുറന്നിരിക്കുന്നു എന്നൊരു സംഗതി അവർക്ക് അറിയത്തില്ലായിരുന്നു എന്ന് വിശ്വസിക്കാൻ മനസ്സുള്ളവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇത് ക്രിസ്തീയ വിശ്വാസം, ഇത് യഹൂദന്മാരുടെ വിശ്വാസമല്ല, ഇത് പന്തിരുവരുടെ വിശ്വാസമല്ല. കാൽവറിയിലൂടെ ഒഴുകിയ തങ്ക നിണത്തിന്റെയും കാൽവറിയിൽ നിവർത്തിച്ച പ്രൊപ്പിച്ചിയേഷണൽ ഡെത്ത്, അതായത് മറുവില യാഗത്തിന്റെയും മഹിമ എന്താണെന്ന് ഈ 12 അപ്പോസ്തലന്മാർക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടണ്ട. അതാണ് ഭാഗ്യം, അതാണ് വാസ്തവം. ഹല്ലേലൂയ. ഒരു പ്രൊപ്പിച്ചിയേഷണൽ ഡെത്ത് ആണ് അവിടെ നടക്കുന്നത് എന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു. പത്രോസ് അപ്പോസ്തലൻ എന്റെ തലേദിവസവും പറയുന്ന, കർത്താവേ നിനക്ക് അങ്ങനെ സംഭവിക്കല്ലേ. അതിന്റെ ആഴം അവർക്ക് അറിയത്തില്ല. ഇറ്റ്സ് എ ഹൈ ടൈം ദാറ്റ് നമ്മൾ ഈ സത്യങ്ങളെ മനസ്സിലാക്കണം. കണ്ണ് കെട്ടി ഒത്തിരി നാൾ നമ്മൾ ജീവിച്ചിട്ട് ഒരു ദിവസം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകും. നമ്മൾ നരകാഗ്നിയിൽ ചെന്ന് പതിക്കുന്നതിന്റെ ഉത്തരവാദിത്വം നമുക്കാണ് എന്നുള്ള സത്യം നിങ്ങൾ മറന്നു പോകരുത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഈ സംഗതി അറിയാവുന്ന എത്ര പന്തിരുവരുണ്ടായിരുന്നു? എത്ര പേര് ഇത് പ്രസംഗിച്ചിട്ടുണ്ട്? വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന് അറിയാവുന്ന എത്ര പേരുണ്ട്? അവർ പ്രസംഗിച്ച, നിങ്ങൾ നമ്മുടെ മശിഹായെ കൊന്നുകളഞ്ഞു, നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ആ ലോകനാഥനെ കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. നിങ്ങളൊരു കൊലപാതകം നടത്തി എന്നുള്ളതാണ് അവരുടെ വിഷയം. അല്ലാതെ ആ രക്തത്തിലൂടെ അതിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന രക്ഷയെക്കുറിച്ചോ മഹിമയെക്കുറിച്ചോ അവർ പ്രസംഗിച്ചിട്ടില്ല. അവർക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. ഇംപ്യൂട്ടഡ് റൈറ്റിയസ്നെസ്, കർത്താവിന്റെ നീതി നമ്മുടെ നീതിയായി കണക്കിടപ്പെടുന്നു. അത് എത്ര പേർക്ക് അറിയാം? ഇവരില് നമ്മിലേക്ക് നമ്മുടെ നീതീകരണം, കർത്താവിന്റെ നീതി നമ്മുടെ നീതിയായിട്ട് കണക്കിടപ്പെടുക. ഇംപ്യൂട്ടഡ് റൈറ്റിയസ്നെസ്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഇതറിയാവുന്ന എത്ര പന്തിരുവരുണ്ടായിരുന്നു? എത്ര അപ്പോസ്തലന്മാരുണ്ടായിരുന്നു? ക്രിസ്തീയ വിശ്വാസമാണ് ഞാനിവിടെ പറയുന്നത്. ഇംപ്യൂട്ടഡ് റൈറ്റിയസ്നെസ്, നീതിയായി കണക്കിടപ്പെടുക. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന മിസ്റ്ററി. ഈ ഇംപ്യൂട്ടഡ് റൈറ്റിയസ്നെസ് എന്ന് പറയുന്നത് നിങ്ങൾ റോമാലേഖനം 4-ാം അധ്യായം പഠിച്ചാൽ നിങ്ങൾക്ക് കാണാം. 3, 4, 5 വാക്യങ്ങളിലൊക്കെ അത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുക. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന മിസ്റ്ററി റെവലേഷൻ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ. ഈ സഭ ഒരു മിസ്റ്ററി ആയിരുന്നു എന്ന് ദൈവം പറയുക. പരിശുദ്ധ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്ന തിരുവചനം നമ്മളോട് പറയുക. ഒരിടത്തല്ല, 6 ഇടത്ത് വ്യക്തമായിട്ട് അത് എഴുതിയിരിക്കുക. ഹല്ലേലൂയ. ഇതിനെ മിസ്റ്ററി റിവീൽഡ് ആയ ഒരു സ്വർഗീയ പദ്ധതിയാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 24, 25, 26 വാക്യങ്ങളൊക്കെ വായിച്ചു നോക്കണം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 5, 6 വാക്യങ്ങൾ വായിച്ചു നോക്കണം. 1 മുതലേ വായിച്ചാൽ നിങ്ങൾക്ക് കാണാം. മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. അതിനെ ദൈവം വെളിപ്പെടുത്തുക. കൃപായുഗം, ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഏത് അപ്പോസ്തലനാണ് ഇത് പ്രസംഗിച്ചിട്ടുള്ളത്? ഏത് അപ്പോസ്തലനാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവസഭയെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾക്കറിയാമോ? എവിടെങ്കിലും കാണിക്കാമോ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ച് 12 അപ്പോസ്തലന്മാരിൽ ആരെങ്കിലും എവിടെങ്കിലും പ്രതിപാദിച്ചിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് കാണിക്കാമോ? ഇല്ല. കാര്യം അവർക്ക് അറിയത്തില്ല, അവരതിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടില്ല. അത് അവരുടെ പദ്ധതിയല്ല. അവർ മോശമായിട്ടല്ല, അവരുടെ വിളി അതല്ല. അവരുടെ വിളി മണവാട്ടി സഭയാ, ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നാം ഈ കാര്യങ്ങളെ കൂട്ടിക്കുഴച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മുടെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയും സ്വർഗത്തിലേക്ക് പോയി നിത്യം സ്വർഗത്തിൽ വസിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പദ്ധതിയാണ്. അത് ദൈവം കർത്താവ് പൗലോസ് അപ്പോസ്തലനെ എടുക്കുന്നത് വരെ സ്വർഗത്തിൽ മറച്ചു വെച്ചിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. ഞാനൊരു വാക്യം കൂടെ ഒന്ന് കാണിച്ചു വിടട്ടെ. നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാവുന്ന കാര്യമാണെങ്കിലും ഒരു വാക്യം കൂടെ ഒന്ന് കാണിച്ചു വിടാം. ഞാൻ ആ വിഷയത്തിൽ കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം. ഇവിടെ പറയുന്നത് കണ്ടില്ലയോ? നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവൃത്തിയാകേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. എന്നെ കർത്താവ് ഈ സഭയുടെ ശുശ്രൂഷകനാക്കിയിരിക്കുക. ഞാൻ മഹാ തല്ലിപ്പൊളിയായിട്ട് നടന്നിരുന്നത്. ഞാന് സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലാൻ ഉത്തരവിട്ടത് ഞാൻ യഹൂദ മതവിശ്വാസത്തിൽ വളരെ ശുഷ്കാന്തി ഉള്ളവനായിരുന്നു. ഞാൻ എന്താ പറയുന്നത്, വിശ്വാസ നിമിത്തം നീതി നിമിത്തം അനിന്യനായിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ എന്നിരുന്നാലും ഈ വിശ്വാസം എനിക്ക് അറിയത്തില്ല. ഞങ്ങൾ കാത്തിരുന്ന മശിഹായെ എന്നോട് ഇടപെടുന്നത് വരെ എനിക്ക് ഈ കാര്യം അറിയത്തില്ല. ആ കർത്താവ് എന്നെ ഡയറക്റ്റ് ഈ ശുശ്രൂഷകനായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുക. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു.
ഇതാണ് ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇത് പന്തിരുവർ ഒരിടത്തും നിങ്ങൾ കാണത്തില്ല. കാര്യം അവർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. റാപ്ചർ, ഈ റാപ്ചറിനെ കുറിച്ച് ഏതെങ്കിലും അപ്പോസ്തലന്മാർ പറഞ്ഞതായിട്ട് നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരിടത്തുമില്ല. നമ്മുടെ വിളി, നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യാശ കർത്താവിന്റെ കാഹളം ധ്വനിക്കുന്നത് റാപ്ചറാ, ഇവിടെ നിന്ന് സഭ ചേർക്കപ്പെടുന്നത്. അതിനെക്കുറിച്ച് ആരാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? ഏതെങ്കിലും അപ്പോസ്തലന്മാർ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ക്ലൂ എങ്കിലും തന്നിട്ടുണ്ടോ? അറിയാത്തത് കൊണ്ട്, കാര്യം അവർക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല, അവർക്ക് അതിനെക്കുറിച്ച് വെളിപ്പാട് ലഭിച്ചിട്ടില്ല. അവർ കുറഞ്ഞവരായിട്ടല്ല, അവരുടെ വിളി അതല്ല, അവരത് അറിയേണ്ട ആവശ്യമില്ല ആക്ച്വലി. കാര്യം അതിനുശേഷം ദൈവം സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു എന്നൊരു സ്വർഗീയ പദ്ധതി ആരംഭിച്ചിരിക്കുക. അത് സ്വർഗത്തിലേക്ക് പോകാനുള്ള ദൈവസഭയാണ്. നമുക്കത് മനസ്സിലാകാതെ സാത്താൻ നമ്മുടെ കണ്ണ് മൂടിയിരിക്കുക. അതുകൊണ്ട് നാം എല്ലാവരും ലോകത്തിൽ നിൽക്കുന്ന പദ്ധതിയിൽ നിന്നായിരിക്കുക. റാപ്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരു നല്ല ശതമാനം ക്രിസ്ത്യാനിക്ക് അറിയത്തില്ല. ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്, അത് എന്താണെന്ന് അറിയാമോ? ഏതെങ്കിലും അപ്പോസ്തലന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇവരുടെ മേലാണ് ദൈവസഭ പണിതിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ക്രിസ്ത്യാനിറ്റി, അതിൽ എന്ത് ദൈവിക വിശ്വാസം? ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് നാം റാപ്ചറിൽ ചേർക്കപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കാൻ പോവുക. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും നാം ചെയ്തതിനൊത്തവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും കർത്താവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. ഇത് ആരോട് പറയുന്നതാ? കൊരിന്തിലെ വിശുദ്ധന്മാരോട് പറയുന്ന കാര്യമാണ്. നാം എല്ലാവരും ചേർക്കപ്പെടും, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, നാം എല്ലാവരും കണ്ണുവയ്ക്കുന്നതിനിടയിൽ ചേർക്കപ്പെട്ട് ചെല്ലുന്നത് ഈ കർത്താവിന്റെ ന്യായവിസ്താര സഭയിലേക്കാണ്. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന, ഇതിനെക്കുറിച്ച് എവിടെങ്കിലും ആരെങ്കിലും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? എറ്റേണൽ ഹെവൻലി അബോർഡ്, സ്വർഗീയ നിത്യവാസം എന്ന്, നാം സ്വർഗത്തിൽ നിത്യം വസിക്കും, അങ്ങനെ നാം കർത്താവിനോടൊപ്പം ആകാശങ്ങളിൽ മേഘങ്ങളിൽ ചേർക്കപ്പെടും, അങ്ങനെ നിത്യം നാം സ്വർഗത്തിൽ വസിക്കും. ഏത് അപ്പോസ്തലനാണ് നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് ഇത്? അവരാരും തന്നെ സ്വർഗം, നാം അങ്ങോട്ട് പോകുന്ന ഒരു പദ്ധതിയെ കുറിച്ച് കേട്ടിട്ടുമില്ല, പഠിപ്പിച്ചിട്ടുമില്ല, അവർ വിശ്വസിച്ചിട്ടുമില്ല. അവർ മുഴുവൻ സ്വർഗം ഭൂമിയിലേക്ക് വരുന്ന പദ്ധതി അവർക്ക് അറിയാവുന്നത്. മണവാട്ടിയെ പോലെ അലങ്കരിച്ച ഒരു സ്വർഗീയ ഭവനം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിനെ കുറിച്ചാണ് അവർ കാത്തിരിക്കുന്നത്. അവരുടെ പദ്ധതി അതാ. തെറ്റായി പോയിട്ട് തെറ്റിപ്പോയിട്ട് നമ്മൾ ആരെയും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ക്രിസ്തീയ മാർഗം എന്ന് പറഞ്ഞ 12 അപ്പോസ്തലന്മാരുടെ മേൽ പണിതിരിക്കുന്ന ഒരു സ്വർഗീയ പദ്ധതിയല്ല, മറിച്ച് അതിനുവേണ്ടി 13ാമത് ദൈവം സ്വർഗത്തിൽ നിന്ന് ഒരാളെ അപ്പോയിന്റ് ചെയ്തിരിക്കുക. തന്നിൽ കൂടെ സ്വർഗത്തിൽ അന്ന് വരെ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ ഭണ്ഡാരം തുറന്ന് ആ സ്വർഗീയ പദ്ധതി ഓപ്പൺ ആയിരിക്കുക. അതിനുവേണ്ടി വിളിച്ച അപ്പോസ്തലനാണ് അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ഞാനൊന്ന് കാണിക്കാം. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പഠിച്ച ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. നമ്മൾ പഠിച്ചതാണ്, എന്നാലും ഞാൻ നിങ്ങളുടെ മെമ്മറി ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട്. പോൾസ് മിനിസ്ട്രി ഈസ് എ സെപ്പറേറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദ 12. 12 നിന്നും വ്യത്യസ്തമാണ് പൗലോസ് അപ്പോസ്തലന്റെ മിനിസ്ട്രി. ഗോഡ് യൂസ്ഡ് പോൾ ടു റിവീൽ ദ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് ടു ജെന്റൈൽസ്. കണ്ടില്ലയോ, ഈ ഒരു കൃപായുഗം എന്ന കാലഘട്ടം ജാതികളുടെ മുന്നിൽ തുറന്നു കാണിക്കുവാൻ കർത്താവ് ഉപയോഗിച്ച അപ്പോസ്തലനാ പൗലോസ്. Paul in Romans 11:13 says, I am the apostle of the Gentiles, I magnify mine office. റോമൻ 11:13 പറയുക, ഞാൻ ജാതികളുടെ അപ്പോസ്തലനായിരിക്കാൻ ഞാൻ എന്റെ വിശ്വാസത്തെ പുകഴ്ത്തുന്നു എന്ന് പറയുക. The risen Lord appeared to Paul several times during his ministry and progressively revealed the truth. ഉയർത്തെഴുന്നേറ്റ ദൈവം പല ആവർത്തി പൗലോസ് അപ്പോസ്തലന് വെളിപ്പെട്ടുകൊണ്ട് തനിക്ക് ഈ കാര്യങ്ങൾ റിവീൽ ചെയ്ത് കൊടുത്തിരിക്കുക. പല പ്രാവശ്യം തനിക്ക് വെളിപ്പെട്ടിരിക്കുക. സ്പെസിഫിക്കലി അബൌട്ട് ആൻഡ് ഫോർ ദ ചർച്ച് ഓഫ് ടുഡേ, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഇൻ ദ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്, നോട്ട് വാട്ട് ഹി ക്ലെയിംസ്. ഈ ഒരു സഭയെ കുറിച്ചുള്ള കാര്യങ്ങൾ ദൈവം കാണിച്ചു കൊടുത്തിരിക്കുക. ഈ പറയുന്നത് കണ്ടില്ലയോ, 1 കൊരിന്ത്യർ 3:10 പറയാ, അക്കോർഡിംഗ് ടു ദ ഗ്രേസ് ഓഫ് ഗോഡ് വിച്ച് ഇസ് ഗിവൺ അൺടു മീ ആസ് എ വൈസ് മാസ്റ്റർ ബിൽഡർ, ഐ ഹാവ് ലേഡ് ദ ഫൗണ്ടേഷൻ, ലെറ്റ് എവറി മാൻ ടേക്ക് ഹീഡ് ഹൗ ഹി ബിൽഡത്ത് thereupon. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പറയുന്നത് 1 കൊരിന്ത്യർ 3:10 പറയുന്നത്, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി. ആരാ? പൗലോസ് അപ്പോസ്തലൻ. ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പി ആയി അടിസ്ഥാനമിട്ടിരിക്കും. ഇതൊക്കെ ആരാ പറഞ്ഞിരിക്കുന്നത്? ഈ വാക്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഞാൻ എല്ലാം വായിക്കുന്നില്ല. ഫോർ ഹിസ് ബോഡി സേക്ക് വിച്ച് ഈസ് ദ ചർച്ച്, whereof I am made a minister according to the dispensation of God which is given to me.
കൊലോസ്യ ലേഖനത്തിൽ ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിച്ച റോമാലേഖനം 16:25 പല പ്രാവശ്യം ഞാൻ വായിച്ച് കേൾപ്പിച്ചിട്ടുള്ള 1 കൊരിന്ത്യർ 11:1 അവിടെ പറയുക, ബി ഈ ഫോളോവേഴ്സ് ഓഫ് മീ, ഞാൻ ക്രിസ്തുവിനെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിപ്പീൻ. ഏത് അപ്പോസ്തലനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ എന്നെ അനുകരിപ്പീൻ എന്ന്? ഞാൻ എങ്ങനെ കർത്താവിനെ അനുകരിക്കുന്നു, സിമ്പിൾ ആസ് ദാറ്റ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാനായിട്ട്, ഞാൻ കർത്താവിനെ എങ്ങനെ ഫോളോ ചെയ്യുന്നു, നിങ്ങൾ അങ്ങനെ ഫോളോ ചെയ്, എന്നെ ഫോളോ ചെയ്, ഞാൻ കർത്താവിനെ ഫോളോ ചെയ്യുന്നതെന്ന് പറയുക. in me first for a pattern to them which should hereafter believe on him. അതായത് അടുത്ത് പറയാ, ഞാൻ പാപികളിൽ ഒന്നാമൻ, ആ പാപികളിൽ ഒന്നാമനായിരുന്നിട്ടും കർത്താവ് എന്നോട് കരുണ കാണിച്ചു. ആ ഒന്നാമനായിരുന്നു എന്നെ കർത്താവ് വീണ്ടെടുത്തു, അടുത്ത് വരുന്നവർക്ക് ദൃഷ്ടാന്തമായിരിക്കേണ്ടതിനായിട്ട്. അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ കൂടെ ഒരു പുതിയ പദ്ധതി ഇവിടെ ആരംഭിച്ചിരിക്കുക. ഗലാത്യ ലേഖനം 1:12 പറയുക, for I neither received of a man, neither was I taught it, but by the revelation of Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ എനിക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പ്രസ്താവിക്കുന്നു എന്ന് പറയുക. എന്നെ ആരും പഠിപ്പിച്ചതോ ഞാൻ മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചതോ പന്തിരുവരുടെ കണ്ടുപഠിച്ചതോ ഒന്നുമല്ല. എന്നെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സ്വർഗീയ ദൗത്യത്തിന് വേണ്ടി എന്നെ ദൈവം അറിയിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതെന്ന് പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടുന്ന് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 12 അപ്പോസ്തലന്മാരുടെ മേലല്ല കർത്താവിന്റെ ശരീരമാകുന്ന സഭ പണിയപ്പെട്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളുമാകുന്ന യഹൂദനെന്നും യമനെന്നും വ്യത്യാസമില്ലാതെ ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി, സപ്പോസഡ്ലി ക്രിസ്ത്യാനിറ്റി, പക്ഷേ നമ്മൾ ഇന്ന് തെറ്റിപ്പിരിഞ്ഞ് ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കുക. ഇറ്റ് ഈസ് എ ഹൈ ടൈം. നമ്മൾ ഈ കാര്യം മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുക എന്ന്. പക്ഷെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻഡം കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുക. 12 അപ്പോസ്തലന്മാരുടെ മേലാണ് സഭ പണിതിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയെ കൊണ്ട് നിങ്ങൾക്കൊന്ന് പറയിപ്പിക്കാമോ? ഈ 12 അപ്പോസ്തലന്മാരുടെ മേലല്ല ക്രിസ്തീയ സഭ പണിയപ്പെട്ടിരിക്കുന്നത്. അവരാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് വിശ്വസിച്ചിരിക്കുക. അവരുമായിട്ട് എത്രയും ക്ലോസ്ഡ് ആകുന്നു അത്രയും ഓതന്റിക് ആണെന്ന് വിശ്വസിച്ചിരിക്കുക. ഇന്ന് അപ്പോസ്തോലിക അടിസ്ഥാനം, അപ്പോസ്തോലിക പാരമ്പര്യം എന്നൊക്കെ പറയുന്നത് അവരുടെ ആ ഓതന്റിസിറ്റി കൺഫേം ചെയ്യുക. ഈ നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കം വന്ന് എല്ലാരെയും നശിപ്പിച്ച് കളഞ്ഞതുപോലെ, സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി, സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ലോത്തിന്റെ കാലത്ത് എല്ലാരും കെട്ടുപോയതുപോലെ, പട്ടുപോയതുപോലെ, ഇന്ന് ഒരു സ്കൂപ്പിന് എല്ലാരെയും കൂടെ കത്തിച്ചു കളയാൻ പാകത്തിന് തെറ്റിലായിരിക്കുക ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റിയുടെ ഗതി ഇതാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയണം. ആ രീതിയിൽ ഇന്ന് ലോകമായിരിക്കുക. ഈ ലോകത്തിന്റെ അധിപതി, ഈ ലോകത്തിന്റെ ദൈവം ജനത്തിന്റെ കണ്ണ് കുരുടാക്കിയിരിക്കുക. ഈ സത്യം പ്രസംഗിക്കാൻ ഇന്ന് ജനം ഇല്ലാതിരിക്കുക. ക്രൂശിൽ കൂടെ തുറന്നിരിക്കുന്ന രക്ഷാ പദ്ധതി പ്രസിദ്ധമാക്കുവാൻ ആത്മീക ധൈര്യമുള്ള ആൾക്കാര് തുലവും ചുരുക്കമായിരിക്കുക. കർത്താവെ, ആരെ ഞാൻ ഇനി അയക്കും? ആരെനിക്ക് വേണ്ടി പോകും? വേലയോ അധികമുണ്ട്, വേലക്കാരോ ചുരുക്കമാണ്. ഒരു മനുഷ്യൻ ധൈര്യത്തോടെ അത് ഏറ്റെടുക്കാനില്ല. ഹല്ലേലൂയ. ഒരാത്മീക ധൈര്യം ദൈവം നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിൽ പകരട്ടെ. കർത്താവിന്റെ മഹിമ കണ്ട സാക്ഷികളായി നിൽക്കുവാൻ, ജീവനെങ്കിൽ ജീവൻ വെച്ച് കർത്താവിന് വേണ്ടി പോരാടുവാൻ. നാം അങ്ങനെയൊക്കെ വലിയ പാട്ടുകളൊക്കെ പാടാറുണ്ട്. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാട്ടൊക്കെ പാടാറുണ്ട്. പക്ഷെ ഈ സത്യം ഗ്രഹിക്കാനും അതിനുവേണ്ടി നിൽക്കാനും ധൈര്യമുള്ള ധൈര്യം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ആത്മീക ധൈര്യമാണ്. നിങ്ങളുടെ മസിൽ പവർ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിവിടെ ആർക്കും വേണ്ട. ആത്മീക ധൈര്യമുള്ളവരെ കുറിച്ചാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ക്രിസ്ത്യാനി പൊതുവെ ഇങ്ങനെ വിശ്വസിക്കാൻ കാരണം, ഇന്നിങ്ങനെ വിശ്വസിക്കാൻ കാരണം പ്രധാനമായിട്ട് പാരമ്പര്യമാണെങ്കിലും അതിന് ഉപോത്ബലകമായിട്ട് 2 വാക്യങ്ങളുണ്ട്. ഞാൻ അതുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോസ്തോലിക അധികാരത്തെ കുറിച്ചാണ്. നമ്മൾ ഇന്ന് വല്ലാതെ അഡിക്റ്റ് ആയിരിക്കുന്ന അപ്പോസ്തോലിക പാരമ്പര്യം അല്ലെങ്കിൽ അടിസ്ഥാനം, അധികാരം എന്നൊക്കെ പറയുന്ന സംഗതിക്ക് എത്രമാത്രം ഉറപ്പുണ്ട്, അതിന്റെ പൊള്ളത്തരം എന്താണെന്ന് നിങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മളുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, നമ്മളെ സാത്താൻ എവിടേക്കാണ് ഉറപ്പിച്ചിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഭയങ്കര വീരശൂര പരാക്രമികളായിരിക്കുക. അതല്ല നമ്മുടെ വിളി. അതിലൂടെ അല്ല ഇന്ന് ദൈവം നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. 2 വചനം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. 1 അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം, അതിന്റെ 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. അവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു ഭാഗം ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിച്ച് മുന്നോട്ട് പോകാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം മുതൽ
അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. പത്രോസ് അപ്പോസ്തലൻ അവരോട് പറയുന്നത്, പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റ് പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീരെന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഈ ഒരു വാക്യം, ഈ ഒരു ബേസിസ് ആണ് നാം ക്രിസ്ത്യാനികളെ അത് ഉറപ്പിച്ച് നിർത്താനോ അപ്പോസ്തലിക പാരമ്പര്യത്തിൽ നിർത്താനുമുള്ള ഒരു റീസൺ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലാണ് നാം നിൽക്കേണ്ടത് എന്നുള്ള ഒരു പഠിപ്പീര്. ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആരോടാണ്? 2-ാമത്തെ അധ്യായം മുഴുവൻ നമ്മളൊരു 5-6 ക്ലാസ് കൊണ്ട് പഠിച്ചത്. ഇനിയും ആർക്കെങ്കിലും ആ വിഷയത്തിൽ സംശയം ഉണ്ടെന്ന് എന്നോട് പറയല്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു ലാസ്റ്റ് ചാൻസ് ആണ്. നിങ്ങൾക്ക് അതിൽ അപ്പോസ്തലന്മാരോടല്ല, അത് ജാതികളോടാണ് പറഞ്ഞത്. ഇവിടെ കൂടി വന്നവരിൽ ആരെങ്കിലും ജാതികൾ ഉണ്ടായിരുന്നു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണണം, അല്ലെങ്കിൽ എന്നോടൊന്ന് പറയണം. അതൊരു നിസ്തർക്കം നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അവിടെ ഒരു ജാതീയനുമില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളതാ, ഒരു മരുന്നിനിടാൻ ഒരു ജാതീയനെ നിങ്ങൾക്ക് അവിടെ കാണത്തില്ല. അത് പ്യുവർലി അവരുടെ ഉപദേശമാണ്, അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്, അവരുടെ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം നടക്കുന്ന കാര്യമാണ്. അവിടെ വന്നു കൂടിയിരിക്കുന്നത് മുഴുവനും പെന്തക്കോസ്ത് പെരുന്നാളിൽ ലോകം മുഴുവനും ചിതറിക്കിടക്കുന്ന യഹൂദന്മാര് യെരുശലേമിൽ എത്തിയിരിക്കുക പെന്തക്കോസ്തിന്റെ ആചരണത്തിനായി. അവരോട് പറയുക, നിങ്ങൾ വക്രതയും കോട്ടവുമുള്ള തലമുറ, നമ്മുടെ 1000 വർഷങ്ങളായിട്ട് നമ്മൾ കാത്തിരുന്ന നമ്മുടെ മശിഹായെ കൊന്നുകളഞ്ഞ തലമുറയാണ്. നിങ്ങൾ അതിൽ നിന്ന് രക്ഷിക്കപ്പെടാൻ അവരോട് ഉപദേശിക്കുക. അവരോട് നിങ്ങൾ മാനസാന്തരപ്പെടണം. എന്തിൽ നിന്ന് മാനസാന്തരപ്പെടണം? നിങ്ങൾ കള്ളുകൂടി നിർത്തണം, നിങ്ങൾ ബീഡിവലി നിർത്തണമെന്നൊന്നും അല്ല പറഞ്ഞതിന്റെ അർത്ഥം. അവർ ദൈവജനമാണ്, ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ദൈവജനമാണ്. പക്ഷെന്നുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് അമ്പേ അകന്നു പോയിരിക്കുക. മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്ന കാര്യം റിസ്റ്റോർ യുവർ സെൽഫ് എന്നാ പറയുന്നത്. അത് മടങ്ങി വരാൻ പറയുക. ആ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. ഇതെല്ലാം അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നിങ്ങളുമായിട്ട് കുലബന്ധം പോലും ഇല്ലാത്ത കാര്യമായത്. ജാതീയനുമായിട്ട് 1000-കണക്കിന് 10,000-കണക്കിന് കിലോമീറ്റർ അകലെ നിൽക്കുന്ന കാര്യമായി പറയുന്നത്. ഞാൻ പറയാറുണ്ട്, ഹരിയാനയും കുഴിയാനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധമാണ് ഈ വാക്യവും ക്രിസ്ത്യാനിയുമായിട്ടുള്ളത്. അത്രയ്ക്ക് ദൂരെ നിൽക്കുന്നതും നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നതും അല്ലാത്ത യഹൂദന്മാരോട് പത്രോസ് അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് അവരോട് പറയുന്ന കാര്യമാണ്. യഹൂദ പുരുഷന്മാര്, ഇസ്രായേൽ പുരുഷന്മാര്, എന്റെ സഹോദരന്മാരായ ഇസ്രായേൽ മക്കളെ, അവരോട് പറയുന്ന കാര്യമാണെന്ന് എത്രയോ ഇടത്ത് പറഞ്ഞ് അവരോട് പറയുന്ന കാര്യം. ഇത് കയറി നമ്മൾ ഏറ്റെടുത്തിരിക്കുക. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നതിന്റെ കാര്യം, ഇതിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ ജനുവിനാണ്, കർത്താവാണ്, 12 അപ്പോസ്തലന്മാരാണ്, പരിശുദ്ധാത്മാവാണ്, നമ്മൾ വിശ്വസിച്ചോളും. നമ്മൾ ഈ തീറ്റ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിലെ കയറി പിടിച്ചോളും. ഇത് നമ്മെക്കാട്ടിൽ അറിയാവുന്നത് സാത്താനാ. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസത്തിൽ ഇന്ന് ക്രിസ്ത്യാനിറ്റിയെ തളച്ചിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഇന്ന് 12 പേരുടെ അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിൽ നിൽക്കുക. 12 പേരുടെ കൂടെ അപ്പം നുറുക്കിയും കൂട്ടായ്മ ആചരിച്ചും പോരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരുടെ മേലെ പള്ളി പണിതിരിക്കുക. സെയിന്റ് പീറ്റർ, സെയിന്റ് തോമസ്, സെയിന്റ് ജോൺ, സെയിന്റ് ജേക്കബ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ പറയുന്നത് അവരോട് പറയുന്ന കാര്യം, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും. ഇതാരാ? ഇസ്രായേലിൽ ഒരു 30% യഹൂദനെ ഉള്ളൂ. ബാക്കി 70% ദുനിയ മുഴുവനും ചിതറിക്കിടക്കുക. അവരോട് വരുന്ന കാര്യം, അവരെ വിളിച്ചു വരുത്തുന്ന കാര്യവും, അവരെ ലോകത്തിന്റെ അറുതി മുതൽ അറുതി വരെ ദൂതന്മാരെ അയച്ച് കൂട്ടിച്ചേർക്കുന്ന കാര്യവും ഒക്കെയാ കർത്താവ് പറയുന്നത്. അവരോടുള്ള കാര്യമായി പറയുന്നത്. ഈ സമയത്ത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു സെക്ട് ആരംഭിച്ചിട്ട് കൂടിയില്ല. ഇവിടെ ഞാൻ നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് കൊണ്ട് ഞാൻ അധികം എനർജി അവിടെ ചെലവാക്കുന്നില്ല. ഞാൻ മുന്നോട്ട് നീങ്ങുക. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ചോദിക്കണം. പകൽ വെളിച്ചം മുതൽ സൂര്യൻ പകൽ ഉദിച്ചു നിൽക്കുന്ന പോലെ ക്ലിയർ ആയിട്ടുള്ള ഒരു സംഗതിയായത്. ഇവിടെ ഒരു ജാതീയനുമില്ല. ഇവിടെ കർത്താവ് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു കാര്യങ്ങളും ആരംഭിച്ചിട്ടില്ല. ഈ സമയത്ത് പൗലോസ് അപ്പോസ്തലൻ അവരെ കൊന്നുകൊണ്ട് നടക്കുക, അവരെ ഉപദ്രവിച്ചുകൊണ്ട് നടക്കുക. പൗലിനെ വിളിച്ച് പൗലിന് കാണിച്ചു കൊടുത്ത ഒരു സ്വർഗീയ മർമ്മം ആ സഭ എന്ന് പറയുന്നത്. ഈ സമയത്ത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു മാർഗത്തെ കുറിച്ച് ഉലകത്തിൽ ആരംഭിച്ചിട്ടില്ല.
അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. വളരെ കറക്റ്റാ. അവരാ അവിടെ കൂടി വന്ന യഹൂദന്മാരാ. വന്നു കൂടിയവർ പലരും തിരിച്ചു പോയി പോലുമില്ല. അവരവിടെ കൂടി. കാര്യം കർത്താവ് ഏത് സമയം വരുമെന്ന് അവർക്കറിയാം. യെരൂശലേമിൽ വരുമെന്നറിയാം. ഒലിവ് മലയിൽ പാദം ചവിട്ടുമെന്നറിയാം. അതുകൊണ്ടാണ് അവരുടെ ഇടയിൽ ശുശ്രൂഷിക്കാനായിട്ട് 7 പേരെ തിരഞ്ഞെടുക്കുന്നതും അവിടെ ഡെയിലി മിനിസ്ട്രേഷനും അവരുടെ ഉള്ളതെല്ലാം വിറ്റിട്ടുകൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കുന്നതും. അവരെല്ലാം അവിടെ കൂടിയവരാ. ഇത് വാക്യം തെറ്റാന്നല്ല പറയുന്നത്, ആപ്ലിക്കേഷനാ തെറ്റുന്നത്. നിങ്ങളുടെ വിളി അല്ല ഇത്. ആ സമയത്ത് ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചിട്ടില്ല. ഇവിടെ ഒരു ക്രിസ്തീയ സഭയും ആരംഭിച്ചിട്ടില്ല. ഇവിടെ 3000 പേരോട് ചേർന്നു എന്ന് പറയുന്നത് ശരിയാ. 3000 പേരോട് ചേരുക ചെയ്യുന്നത്. ഓൾറെഡി ഉള്ള ഒരു സഭയോട് അടുത്ത 3000 പേരോട് ചേരുക ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ ഒരു ബ്രാൻഡ് ന്യൂ സഭ ആരംഭിക്കുകയല്ല. ഞാൻ ഒത്തിരിയും അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് ഒരു കരട് പോലുമെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ, എന്നെ ഒന്ന് അറിയിക്കുക. ഞാൻ അതിനെ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്തു തരാം. ഹല്ലേലൂയ. ഇവിടെ ഈ ഒരു വാക്യം കാരണമാണ് നമ്മൾ ഇന്ന് 12 അപ്പോസ്തലന്മാരുടെ മേലെ, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പുറകെ, സഭയുടെ പുറത്ത് സഭ, ചർച്ചിന്റെ പുറത്ത് ചർച്ച്, അവരുടെ പേരിൽ ചർച്ച്, അവരുടെ ചർച്ചിന്റെ സ്ഥലത്തിന്റെ പേര് വരെ മുഴുവൻ അവരുടെ പേരുകളാ. ഹെബ്രോന്, സിയോന്, കർമ്മേല്, ഗിൽഗാല്, റെഹബോത്ത്, കംപ്ലീറ്റ് മുഴുവനും അവിടവുമായിട്ട് കണക്റ്റഡ് ആണ്. എന്നാൽ ആക്ച്വലി സഭയെ പൗലോസിനെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്ന മുഴുവനും ടർക്കിയിലും ഗ്രീസിലും റോമിലും ആ ദേശങ്ങൾ മുഴുവനുമാണ്. കർത്താവ് ലോകത്തിൽ ഉണ്ടായിരുന്നത് അവരുടെ ഇടയിലാണ് വന്നത്. അവരോടാ പ്രസംഗിച്ചത്. അവരുടെ മഷിഹായിട്ടാണ് കർത്താവ് ലോകത്തിൽ വരുന്നത്. ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തീർക്കേണ്ടതുകൊണ്ട് അല്പം കൂടെ ഫാസ്റ്റ് ആയിട്ട് പോകും. നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം. ഞാൻ അത് കൂടുതൽ ക്ലാരിഫൈ ചെയ്തു തരാം. രണ്ടാമത് അങ്ങനെ നിൽക്കാനുള്ള ഒരു കാര്യം ഈ വാക്യമാണ്. അതായത് എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. ഇവിടെ പറയാ, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ഇത് ഒരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുക. നമുക്കെല്ലാം ഞാൻ പറയാറുണ്ട്, ഈ മോങ്ങാനിരുന്ന പട്ടിയുടെ നായുടെ തലയിൽ തേങ്ങ വീണെന്ന് എന്ന് പറഞ്ഞതുമാതിരി ഈ 12 അപ്പോസ്തലന്മാരുടെ ബേസിസിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് പറയാനിരുന്ന ആൾക്കാർക്കാണ് ഇങ്ങനൊരു വാക്യം കൂടെ കിട്ടിയത്. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ഓഫ് കോഴ്സ് ദൈവസഭ അങ്ങനെ തന്നെയാണ് പണിതിരിക്കുന്നത്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ തന്നെയാണ് പണിതിരിക്കുന്നത്. എന്നാൽ ഇവിടെ പറയുന്ന ഈ അപ്പോസ്തലന്മാരും ഈ പ്രവാചകന്മാരും ഇതാരാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇത് എന്തിനാ പറയുന്നതെന്ന് മനസ്സിലാക്കണം. ഇത് എഫെസോസിലെ സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്ന കാര്യമാണ്. ഇത് നമ്മുടെ സഭയെക്കുറിച്ച് പറയുക. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭയ്ക്ക് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ എഫേസ്യയിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറയുക, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കുക. ഓഫ് കോഴ്സ് കർത്താവാണ് നമ്മുടെ മൂലക്കല്ല്. കർത്താവ് കാൽവറിയിലൂടെ തുറന്ന രക്ഷാ പദ്ധതിയാണ് നമ്മുടെ സർവസ്വവും. അതാ കർത്താവ് നമ്മുടെ മൂലക്കല്ല. നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അതാരാ? കർത്താവ് ചിലരെ സഭയിൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. അതെന്തിനാ? സ്വർഗത്തിൽ മർമ്മമായിരുന്ന ഈ സ്വർഗീയ പദ്ധതിയെ വെളിപ്പെടുത്തുവാൻ പൗലോസിനോടൊപ്പം ദൈവം ഉപയോഗിച്ചത് ഈ അപ്പോസ്തലന്മാരെയും ഈ പ്രവാചകന്മാരെയുമാണ്. അവരിൽ കൂടാണ് ഈ പദ്ധതി, ഈ ദൈവിക പദ്ധതി ലോകത്തിന് വെളിപ്പെടുത്തുന്നത്. അതെങ്ങനെ അറിയാം? ഇതിന്റെ 3-ാമത്തെ അധ്യായം വായിച്ചാൽ അറിയാം. ഈ എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിച്ച് ഞാൻ പ്രൊജക്ട് ചെയ്യാം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. കണ്ടോ? ഈ സ്വർഗീയ മർമ്മം, അതായത് ഈ ഒരു ഭണ്ഡാര പാക്ക്, ഇത് സ്വർഗത്തിൽ മർമ്മമായിരുന്നതാണ്. എന്ന് മുതൽ ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പ് മുതൽ പൗലോസിനെ വിളിക്കുന്ന നാൾ വരെ ദൈവം മർമ്മമാക്കി സീല് ചെയ്ത് വെച്ചിരുന്ന ഒരു പദ്ധതിയായത്. അത് വെളിപ്പെടുത്താൻ പോളിൽ കൂടെ ദൈവം വെളിപ്പെടുത്തിയെങ്കിലും പോളിന് ശേഷം സകല സഭകളെ അറിയിക്കാൻ എല്ലാ സഭകളിലും ദൈവം ചില അപ്പോസ്തലന്മാരെ, ചില പ്രവാചകന്മാരെ നിയമിക്കുക. അവരിൽ കൂടി ഈ കാര്യം ലോകത്തിന് വെളിപ്പെടുത്തുക. ആ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ഇത് വെളിപ്പെടുത്തിയിരിക്കുക. ഇവിടെ പറയാം, ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ, എങ്ങനെ? പരിശുദ്ധ ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ. അതെന്താ? കർത്താവ് കൂടെ നടന്നപ്പോൾ പറഞ്ഞു കൊടുക്കാഞ്ഞത്? കൂടെ നടന്നവരുടെ കാര്യമല്ല ഈ പറയുന്നത്. കൂടെ നടന്ന അപ്പോസ്തലന്മാരല്ല ഈ പറയുന്ന അപ്പോസ്തലന്മാർ. ദൈവം ചിലരെ സഭയിൽ അപ്പോസ്തലന്മാരാക്കി വെച്ചിരിക്കുക. ആ അപ്പോസ്തലന്മാർക്കും ആ പ്രവാചകന്മാർക്കും ആത്മാവിനാൽ, അതായത് പരിശുദ്ധ ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ ഇതിനു മുമ്പ് പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. എന്ത്?
അടുത്ത വാക്യം നോക്കിക്കാട്ടെ. അതോ ജാതികൾ ഞാനും നിങ്ങളും സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത്. ഇതിനു മുമ്പ് ഒരു മനുഷ്യർക്കും അറിയത്തില്ലായിരുന്നു എന്നാ ചുരുക്കം. ഇനി ഈ അപ്പോസ്തലന്മാർ ഏതാണ്? ഈ അപ്പോസ്തലന്മാരെ ഞാൻ കാണിക്കാം. ഈ 4-ാമത്തെ അധ്യായം, എഫേസ്യ ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായം, അതിന്റെ 11-ാമത്തെ വാക്യം നോക്കിക്കാട്ടെ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. അവിടെ പറയുക, അവൻ ചിലരെ അപ്പോസ്തലന്മാരും ചിലരെ പ്രവാചകന്മാരും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചു. ആര്? കർത്താവ് നിയമിച്ചു. 10-ാമത്തെ വാക്യം നോക്കിക്കാട്ടെ. ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിനും മീതെ കയറിയവനുമാകുന്നു. കർത്താവിനെ കുറിച്ച് പറഞ്ഞു വരുന്ന ഒരു ഭാഗമാണ്. അത് കഴിഞ്ഞിട്ട് 11-ാമത്തെ വാക്യത്തിൽ പറയുക, അവൻ ആര്? കർത്താവായ യേശു ക്രിസ്തു ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരും സഭയിൽ നിയമിച്ചു. താപ്പോട്ട് വായിച്ചാൽ മനസ്സിലാവും എന്തിനാ നിയമിച്ചെന്നുള്ളത്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ അവർ ക്രിസ്തു എന്ന തലയോളം വളരാൻ വേണ്ടിയിട്ട് ഏത് സഭയിൽ നിയമിച്ച കാര്യമായി പറയുന്നത്? ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവസഭയിൽ. ഇത് 12 അപ്പോസ്തലന്മാരുടെ കാര്യമോ പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ കാര്യമോ അല്ല ഈ പറയുന്നത്. കർത്താവ് സഭയിൽ നിയമിച്ച കാര്യമായി പറയുന്നത്. ഇവർക്കാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തത്. അതുകൊണ്ടാ 2-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങള് ശിശുക്കളെ പോലെ ആടി ഉലഞ്ഞ് ഓരോരോ ഉപദേശത്തിൽ പെട്ടു പോകല്ല്. യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇതുകൊണ്ടാ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. എഫേസോസിലെ സഭയോട് പറയുക, ഇത് 12 അപ്പോസ്തലന്മാരും പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ കാര്യമേ അല്ല ഈ പറയുന്നത്. ഇതൊക്കെ നമുക്ക് ഇതിന് 41 ദിവസത്തെ ഉപവാസവും 21 ദിവസത്തെ കൺവെൻഷനും 7 ദിവസത്തെ തട്ടുപൊളിപ്പൻ പ്രകടനവും ഒന്നും വേണ്ട. 1/2 മണിക്കൂർ അല്ലെന്നുണ്ടെങ്കിൽ 1/2 ദിവസം ഒന്ന് വേർപെട്ട് കൃപയിൽ ആശ്രയിച്ചിരുന്ന് ബൈബിൾ വായിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ ഇത് മനസ്സിലായാലും പ്രസംഗിക്കത്തില്ല. കാര്യം പ്രസ്ഥാനം, ഓർഗനൈസേഷനുകളെ വളർത്തണം, കാശുണ്ടാക്കണം. അതാണ് ജനത്തിന്റെ ഇന്നത്തെ മോട്ടീവ്. അവൻ നിന്നെ അനുഗ്രഹിക്കും, അവൻ നിന്നെ കൈവിടുകയില്ല, അവൻ നിന്നെ എഴുന്നേൽപ്പിക്കും, അവൻ നിന്നെ അനുഗ്രഹിക്കും, വാലല്ല നിന്നെ തലയാക്കും. എന്തിനാണ് തലയാക്കുന്നത്? നീ വാലായിട്ടിരിക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം? ഇവിടെ വാലും തലയൊന്നും അല്ല വിഷയം. ഇവിടെ നമ്മുടെ ഈ ലോകത്തിലെ അനുഗ്രഹമേ അല്ല വിഷയം. സ്വർഗത്തിൽ പോകുമെന്നുള്ള അതാ ക്രിസ്തീയ മാർഗം. ഇവിടെ നിങ്ങൾ ഫേസ്ബുക്ക് ഒന്ന് തുറന്നു നോക്കിക്കാട്ടെ, നിങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ആരുടെയെങ്കിലും ഒന്ന് പ്രസംഗം ശ്രദ്ധിച്ചു നോക്കിക്കാട്ടെ. ആരെങ്കിലും ഈ വിഷയത്തെ കുറിച്ച് പ്രസംഗിക്കുന്നുണ്ടോ? ഇവരുടെ മുഴുവൻ ലോകത്തിലെ ബ്ലെസ്സിങ്സ് ആണ്. അത് ഗാർബേജാ, അത് ഗാർബേജ്. മൂക്കിന് ശ്വാസം പോയാൽ അത് ഗാർബേജാ, വേസ്റ്റ്, വെറും വേസ്റ്റ്. ചപ്പെന്നും ചവറെന്നും ഞാൻ എണ്ണുന്നെന്ന് പറഞ്ഞ സാധനമാണ്. അതിലാണ് ഇവിടുത്തെ ഈ പിടിവലി മുഴുവൻ. ഒരു മനുഷ്യനോട് സത്യം പറഞ്ഞു കൊടുക്കാൻ ഒരുത്തനുമില്ല. തോപ്പം കൺവെൻഷനാണ്, തോപ്പം ഉപവാസ പ്രാർത്ഥനയാണ്. ഈ സത്യം എന്നറിയാതെ എത്ര കോടിയാണ് നരകത്തിലേക്ക് അയച്ചിരിക്കുന്നത് അറിയാമോ? റെഡ് കാർപ്പറ്റ് വെൽക്കം കൊടുത്തിട്ട്. ഇനിയുമുള്ളവർക്കെങ്കിലും ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമല്ല. നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എങ്ങനെ ക്വാറന്റൈൻ ചെയ്യാൻ പറ്റും, എങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റും, എങ്ങനെ വെട്ടിക്കളയാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് റിസർച്ച് നടത്തുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനവുമായിട്ട് നിൽക്കുവാൻ, ഈ സത്യം വെളിപ്പെടുത്തുവാൻ ദൈവം തരുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇത് നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി. ഞാൻ 2 വാക്യങ്ങൾ നിങ്ങളെ ഒന്ന് കാണിച്ചുള്ളൂ. എത്ര ഭയങ്കര തെറ്റിന്റെ കൂനയില നമ്മൾ ആയിരിക്കുന്നതെന്ന് അറിയാമോ? അപ്പോസ്തോലിക അധികാരം, അപ്പോസ്തോലിക ഉപദേശം, അപ്പോസ്തോലിക അടിസ്ഥാനം. ആ സംഗതിയെ തെറ്റാ നിങ്ങൾ ഈ പറയുന്നത്. രണ്ടാമത് അടിസ്ഥാനം പിന്നെ നോക്കിയേ പോരെ. ആ അടിസ്ഥാനമേ അടിസ്ഥാനപരമായിട്ട് തെറ്റാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻസ്? സെയിന്റ് പീറ്റേഴ്സിന്റെ മേലെ ഞങ്ങൾ പള്ളി പണിതിരിക്കുന്നു, സെയിന്റ് തോമസ് ഇവിടെ വന്നു പണിതിരിക്കുന്നു, സെയിന്റ് ജേക്കബ് അവിടെ പണിതിരിക്കുന്നു. ഇവരൊന്നുമല്ല പണിതത്. കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം, 1 കൊരിന്ത്യർ 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ പൗലോസ് പറയാ, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. 1 കൊരിന്ത്യർ 3-ാം അധ്യായം, ഞാൻ ആ വാക്യം എടുത്തിട്ടില്ല. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം നോക്കിയാൽ നമുക്ക് കാണാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം, അതിന്റെ 5-ാം വാക്യമാണ് ഞാൻ ഇപ്പൊ പ്രൊജക്ട് ചെയ്തത്. അതിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് കാണിച്ചോട്ടെ.
എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം നമ്മൾ വായിച്ച് അതിന്റെ 2-ാമത്തെ വാക്യം പറയുന്ന കേട്ടോ, നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ലഭിച്ച ദൈവകൃപയല്ല, നിങ്ങൾക്കായിട്ട് എനിക്ക് ലഭിച്ച ദൈവകൃപ. വളരെ സ്പെസിഫിക് ആയിട്ട് പോളിൽ കൂടി ആരംഭിച്ചിരിക്കുന്ന പദ്ധതി. അതിന്റെ 9-ാമത്തെ വാക്യം കണ്ടോ, അവിടെ പറയുക, പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി ഈ കൃപ എനിക്ക് നൽകിയിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയാ, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. ആ പദ്ധതിയിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. അതാണ് ക്രിസ്ത്യാനിറ്റി. അതാണ് കർത്താവിന്റെ ശരീരമാകുന്ന സഭ എന്ന് പറയുന്നത്. നിറയെ എക്സാമ്പിളുകൾ കാണിക്കാനുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, കാര്യം നിങ്ങൾക്ക് ഏറെക്കുറെ അത് മനസ്സിലാകുന്നു. ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതിനകത്തിൽ പ്രതികരിക്കാൻ ഒരു ശേഷി ഉണ്ടായിരിക്കണം. നമ്മൾ ഒന്നും മിണ്ടാതില്ല, ഫ്ലൈ ലൈക്ക് ഓൺ എ വാൾ മാതിരി വെറുതെ എനിക്ക് ഇതിനകത്തിൽ ഗുണവുമില്ല ദോഷവുമില്ല, ഞാൻ ഇവിടെ ഈ ദേശക്കാരനല്ല എന്ന് പറഞ്ഞിരിക്കരുത്. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. നാം അതിൽ വിശ്വസിക്കണം. കാര്യം നമ്മുടെ ജീവൻ ഒരു ഗ്യാരണ്ടിയും ഉള്ളതല്ല. നിങ്ങൾ ഇവിടുന്ന് ഇമാജിൻ ചെയ്യുക, മരിച്ചു പോയി കഴിഞ്ഞാൽ കർത്താവിന്റെ സന്നിധിയിലോട്ട് നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ തലയും കുനിച്ച് നിൽക്കേണ്ടതായിട്ട് വരത്തില്ലേ? എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? കർത്താവ് കാൽവറിയിൽ മരിച്ചത് ഇന്നതിന് വേണ്ടിയിട്ടാണെന്ന് പറയാൻ പറ്റിയിട്ടുണ്ടോ? ആ ധൈര്യത്തോടെ കർത്താവിന്റെ, അത് ഒരു ദിവസത്തേക്കല്ല, ഒരു വർഷത്തേക്കല്ല, നിങ്ങൾ ഇനി നിത്യത അവിടാണ് ജീവിക്കാൻ പോകുന്നത്. നമ്മുടെ നിത്യത അവിടാണ്. അതിനെ മനസ്സിലാക്കുവാനും കർത്താവിന് വേണ്ടി നിൽക്കുവാനും, വെറുതെ പള്ളിയിലും ഹോളിലും ഒക്കെ പോയിരുന്ന് ബെഞ്ച് ചൂടാക്കിയിട്ട് പോരുന്നവരെ പോലെ ആയിരിക്കാതെ പ്രതികരിക്കാനായിട്ട് ആത്മീക ധൈര്യത്തോടെ അതിനെ ഏറ്റെടുക്കാനായിട്ട് ഞാൻ വിനീതമായിട്ട് നിങ്ങളോട് സ്നേഹത്തോട് ഓർപ്പിക്കുക. എത്ര നാളാണ് ഇത് കണ്ടും കേട്ടുമിരിക്കുന്നത്? തീർച്ചയായിട്ടും അത് ദൈവം നിങ്ങളെ മാനിക്കും. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായി തീരാൻ? കർത്താവാണ് നമ്മളെ സൃഷ്ടിച്ചത്. എന്തുമായി തീർന്നെങ്കിൽ കർത്താവിന്റെ ഹിതമാണത്. ഹല്ലേലൂയ. ഞാൻ വാസ്തവമായിട്ട് കർത്താവിന്റെ അനുകാരികളായിരിക്കാൻ, പൗലോസ് അപ്പോസ്തലനെ പോലെ കർത്താവിന്റെ അനുകാരികളായി തീരുവാൻ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും പ്രബോധിപ്പിക്കുക. ഈ ആവശ്യമില്ലാത്ത പാരമ്പര്യത്തിലും പിതൃ സമ്പ്രദായങ്ങളിലും നിൽക്കാതെ. ഓക്കെ, എന്റെ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു വിഷയം കൂടെ പറയേണ്ടതായിട്ടുണ്ട്. 2-ാമത്തെ ചോദ്യം ഇതായിരുന്നു. ഞാൻ അവിടെ വിടുക. ബാക്കി പറഞ്ഞാൽ തീരാത്തവണ്ണം പറയാൻ പറ്റുന്ന ഒരു വിഷയമാണ്. ഞാൻ എൻ്റെ ഒരു കോൺ അനക്കിയതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏകദേശം അതിനെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചാൽ അത് അവിടെ വിടുക. ആർക്കെങ്കിലും ഈ അപ്പോസ്തോലിക അധികാരം, അതിന്റെ അടിസ്ഥാനം എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഡൗട്ട് ബാക്കി നിൽപ്പുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് ക്ലിയർ ആക്കി തരാം. ദൈവം അതിനായിട്ട് നിങ്ങളുടെ ഹൃദയ നിലങ്ങൾ ഒരുക്കുകയും നിങ്ങളെ അത് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ദൈവം സഹായിക്കുകയും ചെയ്യട്ടെ. കാര്യം അത് എന്താണ്, പകൽ വെളിച്ചം പോലെ ക്ലിയറാണ്. അതിനകത്ത് ഞാൻ ഒത്തിരി ഭയങ്കര ബുദ്ധിയൊന്നും ഉപദേശിക്കുകയോ എടുക്കേണ്ട കാര്യമില്ല. വളരെ ക്ലിയർ ആയിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അത് കാണിച്ചു തരാനായിട്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഓർപ്പിക്കുകയാണ്. 2-ാമത്തെ ചോദ്യം ഇതായിരുന്നു. പത്രോസും പന്തിരുവരും കിങ്ഡം ഗോസ്പൽ പ്രസംഗിക്കുന്നു. ഞാൻ ഇതിലേക്ക് വരാം. ഇവിടെ പത്രോസും പന്തിരുവരും കിങ്ഡം ഗോസ്പൽ പ്രസംഗിക്കുന്നു. അത് നിലവിലിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് അത് പ്രസംഗിക്കുന്നവരെ കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാര്, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവര് എന്നൊക്കെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് 2-ാമത്തെ ഒരു കൺസേൺ. അതിനൊരു അല്പം കൂടെ ഒന്ന് ഓപ്പൺ ആക്കി തരാമോ, അല്പം കൂടെ ഒന്ന് വിശദീകരിക്കാമോ എന്ന് ഒരു ചോദ്യം ലഭിച്ചു. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ ചോദ്യം. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ഒരു അല്പം കൂടെ ഒന്ന് ഓപ്പൺ ആക്കി തരാം. ഇത് ഞാനല്ല പറഞ്ഞത്, ഗേറ്റ് മിനിസ്ട്രി അല്ല പറഞ്ഞത്, പൗലോസ് അപ്പോസ്തലനാണ് പറഞ്ഞിരിക്കുന്നത്. തിരുവചനത്തിലാണ് ഈ പ്രതിപാദ്യം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് മതിയായ കാരണങ്ങളുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയാം, അവർ കള്ള അപ്പോസ്തലന്മാർ, അവർ കപട വേലക്കാരെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് മതിയായ കാരണം ഉണ്ടായതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ആദ്യമേ തന്നെ നിങ്ങൾ അതിനെ ഉൾക്കൊള്ളുക. ഇത് എഴുതിയിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയിരിക്കുന്ന ലേഖനത്തിലാണ്. അതുകൊണ്ട് അതിനെ മനസ്സിലാക്കാൻ പൊളൈൻ പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ പൊളൈൻ കാഴ്ചപ്പാട് എന്താണെന്ന് പഠിക്കണം. നമ്മൾ യാക്കോബ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവർ പറഞ്ഞിരിക്കുന്നത് ആരോടാണെന്നും ഏത് കോണ്ടെക്സ്റ്റിലാണെന്നും ഒക്കെ മനസ്സിലാക്കണം. ഇവിടെ പൗലോസ് അപ്പോസ്തലനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ പൊളൈൻ പെർസ്പെക്റ്റീവില്, പൊളൈൻ കാഴ്ചപ്പാടിലൂടെ ഈ കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഈ പറഞ്ഞതിന് കാരണമുണ്ട് എന്നുള്ളത്. പത്രോസ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പൗലോസ് അപ്പോസ്തലന്റെ ലേഖനത്തിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഇതിനെ ആ ഒരു കാഴ്ചപ്പാടിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ലോകത്തില് അന്ന് പാപികളിൽ ഒന്നാമനായിരുന്ന മനുഷ്യനെ ദൈവം വിളിച്ച് സ്വർഗത്തിൽ അതുവരെ മർമ്മമായിരുന്ന ഒരു സ്വർഗീയ പദ്ധതി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പൗലോസ് അപ്പോസ്തലനെ വിളിച്ചിരിക്കുന്നതിന്റെ പർപ്പസ് അതാ. ഉലക സ്ഥാപനം മുതൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതി അൺഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇവിടുത്തെ ഒരു നല്ല ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുക, അവർ കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാര്, യേശു ക്രിസ്തുവിന്റെ ദാസന്മാര്, അപ്പോസ്തലന്മാരെന്ന കപട വേഷം ധരിച്ചിരിക്കുന്നവര് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് നാം ചിന്തിക്കുന്നത്. ഇവിടെ ഉലക സ്ഥാപനം മുതൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതി പൗലോസ് അപ്പോസ്തലൻ കൂടെ അൺഫോൾഡ് ആയിക്കൊണ്ടിരിക്കുക. കൃപായുഗം അല്ലെങ്കിൽ കരുണാ കാലഘട്ടം, അല്ലെങ്കിൽ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറയുന്ന ഒരു കാലഘട്ടം പുതുതായിട്ട് ഇവിടെ ആരംഭിച്ചുകൊണ്ടിരിക്കുക. അതിന് പരിശുദ്ധാത്മാവ് തന്നോട് കൂടെ ഇരുന്ന് കൈക്ക് പിടിച്ച് തന്നെ വഴി നടത്തിക്കൊണ്ടിരിക്കുക. പൗലോസ് അപ്പോസ്തലനെ അവിടെ പോകല്ല, ഇവിടെ കയറരുത്, ഈ റൂട്ടിൽ കൂടെ പോകല്ല, ഈ വള്ളത്തിൽ കയറണം, ഒരാളെ അയച്ചിട്ട് മക്കധോനിയിലോട്ട് വരിക, ഇന്നടത്തോട്ട് ചെല്ലുക എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് കൂടെ നടക്കുക, കൈക്ക് പിടിച്ച് നടത്തിക്കൊണ്ട് ഈ ഒരു പദ്ധതി അൺഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. ദൈവവുമായിട്ട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുക. നോഹയോട് സംസാരിച്ച കാലം പോലെ, അബ്രഹാമിനോടും മോശയോടും ഒക്കെ ദൈവം സംസാരിച്ചതുപോലെ ദൈവം കൂടെ ഇറങ്ങി വന്നിട്ട് പൗലോസിനോട് സംസാരിക്കുക. നിങ്ങൾ ആ ഒരു കോണ്ടെക്സ്റ്റ് ഒന്ന് മനസ്സിലൊന്ന് ഉൾക്കൊള്ളണം. ഇവിടെ പോൾ എന്താണ് ഇത് പറയാൻ കാര്യമെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഈ പൗലോസ് അപ്പോസ്തലനെ ദൈവം എങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? 12 അപ്പോസ്തലന്മാരെ കൂടെ കൊണ്ടു നടന്ന് 3.5 വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞ് കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം, സ്വർഗത്തിൽ നിന്ന് ചില നാളുകൾക്ക് ശേഷം, ഏകദേശം ഒരു 2 വർഷത്തിന് ശേഷം, പൗലോസ് എന്ന് പറയുന്ന ഒരു മഹാപാപി, അല്ലെന്നുണ്ടെങ്കിൽ അന്ന് പാപികളിൽ ഒന്നാമനായിരുന്ന ഒരാളെ വിളിച്ച് വേർതിരിച്ചിരിക്കുക. തന്നിൽ കൂടെ അന്ന് വരെ സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതി ലോകത്തിൽ അൺഫോൾഡ് ആക്കിക്കൊണ്ടിരിക്കുക, അനാവൃതം ചെയ്തുകൊണ്ടിരിക്കുക. ആ സ്വർഗീയ പദ്ധതി ദൈവം തന്നിലൂടെ നിവർത്തിയാക്കിക്കൊണ്ടിരിക്കുക. അത് തന്നാലാവോളം ജനത്തിന് പറഞ്ഞു കൊടുക്കാൻ പൗലോസ് അപ്പോസ്തലൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അതിനൊരു ഹിസ്റ്റോറിക്കൽ ട്രാക്ക് റെക്കോർഡ് ഇല്ല. ഒരു ഹിസ്റ്റോറിക്കലി എവിഡൻസ് മോശ നമുക്ക് തന്നിരിക്കുന്നു, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ നോഹയ്ക്ക് ഇങ്ങനെ സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് കാണിക്കാൻ ഒരു ട്രാക്ക് റെക്കോർഡ് ഇല്ല. എന്തുകൊണ്ടില്ല? അന്ന് വരെ അത് സ്വർഗത്തിൽ മർമ്മമായിരുന്നു. ആദ്യമായിട്ട് ഈ ഭൂമിയിൽ സൂര്യന്റെ കീഴിൽ ആ സംഗതി വെളിപ്പെട്ടിരിക്കുന്നത് പോളിനാണ്. അതുകൊണ്ട് പോൾ ഇത് പറഞ്ഞു കൊടുക്കുക അല്ലാതെ ഇതിൽ പറഞ്ഞിരിക്കുന്നു എന്ന് കാണിക്കാൻ ഒരു റെഫറൻസ് ഇല്ല. അങ്ങനെ ഒരു വിഷയം പഠിപ്പിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യം, വേറെ ഒരിടത്തും യാതൊരു രേഖയും അതിനില്ല. അതൊന്ന് പറഞ്ഞു ഫലിപ്പിക്കാൻ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ വീട്ടുകാരെ പോലും നമുക്കതൊന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റത്തില്ല. നിനക്കെന്തോ തോന്നിയതാണ് അങ്ങനെന്ന് പറയും, അല്ലാതെ അതൊന്നും വിശ്വസിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പോള് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അത് വിശ്വസിക്കാനും അതിൽ ആശ്രയിക്കാനും ജനം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കറക്റ്റ് ആണോ എന്നുള്ളത്. പോളിന്റെ മേൽ പകർന്നിരിക്കുന്ന ആ ഒരു ദൈവകൃപ, ആ ഒരു ദൈവിക തേജസ്, തന്നിൽ കൂടെ ആ പഴയ നിയമത്തിലെ രേഖകളൊക്കെ എടുത്തു കാണിച്ച് പരിശുദ്ധാത്മാവിൽ കൂടെ തന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന തിരുവെഴുത്തുകൾ അതുപോലെ നിവൃത്തിയായിരിക്കുക. തന്നിലൂടെ എനിക്ക് പ്രത്യക്ഷനായിരിക്കുക. എന്നെ അന്ത്യോക്യയിൽ വെച്ച്, സിറിയയിൽ വെച്ച് എനിക്ക് മുന്നിൽ പ്രത്യക്ഷനായിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ദൗത്യമാണ്. ഞാനുമായിട്ട് സ്ഥിരം ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവവുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വെളിപ്പാടിന്റെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടത് എന്ന് പറയുന്ന ലെവലിൽ എനിക്ക് വെളിപ്പാടുകൾ തന്നുകൊണ്ടിരിക്കുക. എന്നെ 3-ാം സ്വർഗത്തോളം എടുത്തു കൊണ്ടുപോയിരിക്കുക, ഈ കാര്യങ്ങൾ കാണിച്ചിരിക്കുക. അങ്ങനത്തെ ഒരു പദ്ധതി പോളിൽ കൂടി ഇവിടെ റിവീൽഡ് ആകുക. ഇവിടെ വേറെ എല്ലാ പദ്ധതിയും ക്ലോസ്ഡ് ആണെന്ന് മനസ്സിലാക്കണം. ഇവിടെയുള്ള മറ്റെല്ലാ പദ്ധതിയും അന്ന് ക്ലോസ് ആ. ഒരു 3-4 പദ്ധതികൾ ഒരു സമയം ദൈവം ഒരുപോലെ ഓപ്പൺ ആക്കത്തില്ല. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. ആ കാലഘട്ടത്തില് ഉലക സ്ഥാപനം മുതൽ മറഞ്ഞിരുന്ന ആ ഒരു പദ്ധതി റിവീൽഡ് ആയിക്കൊണ്ടിരിക്കുക. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇതിനെ എങ്ങനെയും എതിർക്കണം, ഏത് രീതിയിൽ ഇത് നിവൃത്തിയാകാതിരിക്കണമെന്ന് തലയും അരയും മുറുക്കി ഇറങ്ങിയിരിക്കുന്ന വേറൊരു വൻ ശക്തിയുണ്ട്. അതാണ് സാത്താൻ. സാത്താന് had they known it, they would not have crucified the Lord of glory. അതായത് അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. സാത്താൻ അറിഞ്ഞില്ല
കർത്താവിന്റെ ക്രൂശിലൂടെ ഒരു ഭയങ്കര പദ്ധതി ഇതുപോലെ ഓപ്പൺ ആകും. പോൾ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വിളിക്കും. ഇങ്ങനെ അനാദിയിലെ മറഞ്ഞിരിക്കുന്ന ഒരു പദ്ധതി ദൈവത്തിനുണ്ട്. അത് റിവീൽഡ് ആകും. അതിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും രക്ഷ. ലോകത്തിലുള്ള സകല മാനവരാശിയും രക്ഷിക്കപ്പെടും. ഇതൊക്കെ സാത്താനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയാത്ത ഭയങ്കര വിഷയമാണ്. അതുകൊണ്ട് സാത്താൻ പറയുക, അറിഞ്ഞിരുന്നുവെങ്കിൽ, ഈ സംഗതി അറിയാമായിരുന്നെങ്കിൽ അവൻ ക്രൂശ് നടക്കാനേ സമ്മതിക്കത്തില്ലായിരുന്നു. Had they known it, they would not have crucified the Lord of glory എന്ന് പറഞ്ഞിരിക്കുന്ന സാത്താൻ ഇതിനെതിരെ ഫേസ് ടു ഫേസ് നിൽക്കുക പോളിന്. ഇതിനെയാണ് വാർഫെയർ എന്ന് പറയുന്നത്, സാത്താനുമായിട്ടുള്ള ആ ഒരു വാർഫെയർ. അതാണ് അടുത്ത് നിൽക്കുന്നത്. ഒന്നാമത് ഇതിന്റെ ഒരു ട്രാക്ക് റെക്കോർഡില്ല. രണ്ടാമത് ഇതിന്റെ മുന്നേ നിൽക്കുന്ന ഒരു ശത്രു സാത്താൻ എങ്ങനെ, അത് തന്ത്രത്തിന്റെ അപ്പുറത്തെ തന്ത്രം അറിയാവുന്ന സാത്താനാണ്. അതുപോലെ അതിനെ തന്ത്രപരമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുക സാത്താൻ. ഇതാണ് ഗലാത്യയിലൊക്കെ പോൾ നേരിട്ട പ്രശ്നം. പോളിന് സാത്താൻ വന്നിട്ട് ഈ പോൾ എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നത് തെറ്റാണെന്നൊന്നും അല്ല പറയുന്നത്, അതിന് പാരലായിട്ട് വേറൊരു സംഗതി കൊണ്ടുവന്നിട്ട് പോൾ പറയുന്നതിനെ മറക്കുക. ആ സംഗതി വാലിഡ് ആയിരിക്കണം. ഈ സാത്താൻ കൊണ്ടുവരുന്ന രണ്ടാമത്തെ ആ സംഗതി ഉണ്ടല്ലോ, ഡ്യൂപ്ലിക്കേറ്റ്, ആ സംഗതി വാലിഡ്, അത് ജനം വിശ്വസിക്കാൻ മാത്രം വാലിഡിറ്റി ഉള്ളതായിരിക്കണം. അതാണ് ഈ പന്തിരുവരിൽ കൂടി അതുവരെ നിവൃത്തിയായിക്കൊണ്ടിരുന്നതും ദൈവം കർത്താവ് ഹോൾഡ് ചെയ്തിരിക്കുന്നതുമായ സ്വർഗരാജ്യം എന്ന പദ്ധതി. നറുക്കെടുപ്പ് കഴിഞ്ഞു പോയ ലോട്ടറി മാതിരിയാണ്. ഒരു കാലത്തത് വാലിഡ് ആയിരുന്നു, അതിൽ കൂടെ ആയിരുന്നു സകല മനുഷ്യരും രക്ഷ പ്രാപിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഒരു പുതിയ പദ്ധതി ഇവിടെ ആരംഭിച്ചിരിക്കുന്നിടത്ത് അതിനെ കൊണ്ട് കയറ്റുകയാണ്. അതാണ് ഗലാത്യയിൽ നടന്ന സംഭവം. അതുകൊണ്ട് ജെറുസലേം കൗൺസിൽ കൂടുന്നത്. അവിടെയാണ് ഈ മോശയുടെ ന്യായപ്രമാണം അനുസരിക്കണമെന്നും പരിച്ഛേദന സ്വീകരിക്കണമെന്നും പല കാര്യങ്ങളും ചെയ്യണമെന്ന് പറയുന്നത്. അതിലെ ഉപദേശങ്ങൾ ഫോളോ ചെയ്യണമെന്ന് പറയുക. ഇത് സാത്താന്റെ ഒരു ഭയങ്കര തന്ത്രമാണ്. അതുകൊണ്ടാണ് പോൾ പറഞ്ഞത്, ഇനി ഞാനല്ല, ഞങ്ങളുടെ കൂടെ നടക്കുന്ന വേറെ ആരെങ്കിലും ആണെങ്കിലും ശരി, 12 അപ്പോസ്തലന്മാർ വന്ന് പറഞ്ഞാലും ശരി, അല്ല സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ, അതായത് ഗബ്രിയേൽ ദൂതനെ അയച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോലും അവൻ ശപിക്കപ്പെട്ടവനാണ്. ഇതിന്റെ അപ്പുറത്ത് വേറൊരു പദ്ധതി ഇല്ല എന്ന് പറഞ്ഞ് പൗലോസ് അപ്പോസ്തലനിൽ കൂടെ ഒരു സ്വർഗീയ പദ്ധതി അൺഫോൾഡ് ആയിക്കൊണ്ടിരിക്കുക, റിവീൽഡ് ആയിക്കൊണ്ടിരിക്കുക. ഇവിടെ തന്ത്രപരമായി സാത്താൻ ഓരോരോ അഭ്യാസങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുക. ഫിലിപ്പിയയിൽ താൻ ജയിലിൽ കിടന്നത് ഇതേ പ്രശ്നം കൊണ്ടാണ്. തെസലോനിക്കയിലും ബെരോവയിലും താൻ ഉപദ്രവം സഹിച്ചത് ഇതിനു വേണ്ടിയാണ്. കൊരിന്തില് ഇപ്പൊ തല പൊക്കിയിരിക്കുന്നതും ഇതേ പ്രശ്നമാണ്. ഇവിടെ പോൾ തന്റെ ജീവനെ പണയം വെച്ച് ശുശ്രൂഷിക്കുക. അവിടെ ദൈവം രാത്രിയിൽ ഇറങ്ങി വന്ന് ദർശനത്തിൽ പോളിനോട് പറയുക, നീ മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഈ പട്ടണത്തിൽ എനിക്ക് അനേക ജനമുണ്ട്. ഇതാരാ പറയുന്നത്? കർത്താവ് പറയുക. ഇതാരോടാ പറയുന്നത്? തന്റെ ശിഷ്യനായ പൗലോസിനോട് പറയാ. താൻ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന അപ്പോസ്തലൻ പൗലോസിനോട് പറയുക. ഈ സമയത്ത് ഇത് വേറെ ആരോടൊക്കെ പറയുന്നുണ്ട്? ഇത് ഒരുത്തരോടും പറയുന്നില്ല. 12 പേരോട് ആരോടും ഇങ്ങനൊരു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നില്ല. കാര്യം ആ പദ്ധതി ഓൾമോസ്റ്റ് ഓൾറെഡി ഹോൾഡ് ആണ്. ശരി, നിങ്ങളൊരു കാര്യം വിചാരിക്കണം, പത്രോസും 12 എല്ലാം ലൈവ്, അവർ ജീവനോട് ഇരിക്കുക. ഒരു ദിവസം വന്നിട്ട് അവരോട് പറഞ്ഞതല്ല ഇന്നു മുതൽ ഇത് ക്ലോസ് എന്ന് പറയാൻ പറ്റത്തില്ല. ഡിസംബർ 31 ഇതെല്ലാം നിർത്തി ജനുവരി 1 മുതൽ ഒരു പുതിയ പദ്ധതി ആരംഭിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഒരു ഓവർലാപ്പിംഗ് പീരീഡ് ഉണ്ട്. അവരോടെല്ലാം പറഞ്ഞ പദ്ധതിയും അവരോടെല്ലാം വിശ്വസിച്ച പദ്ധതിയും ലൈവ് ആണ്. ഇത് രണ്ടും കൂടെ ഓവർലാപ്പ് ആകുന്ന ഒരു പീരീഡ് ഉണ്ട്. ഈ രണ്ട് പദ്ധതി ഒന്ന് തീർന്നുകൊണ്ടിരിക്കുക, വേറൊരു പദ്ധതി ശക്തമായിട്ട് ആരംഭിച്ചുകൊണ്ടിരിക്കുക. അത് ഏകദേശം 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി ഫുള്ളി ഫെയ്ഡഡ് ഓഫ് ആയിപ്പോയി. അവസാനം യോഹന്നാൻ അപ്പോസ്തലനെ എന്ത് നടക്കാൻ പോകുന്നു എന്ന് കാണിച്ച് വെളിപ്പാട് പുസ്തകം കൂടെ എഴുതിച്ച് അത് തീരുക. അതിനുശേഷം 2-ാം നൂറ്റാണ്ടിലൊക്കെ കയറുമ്പോൾ, 3-ാം നൂറ്റാണ്ടിലൊക്കെ കയറുമ്പോൾ പൗലോസ് അപ്പോസ്തലനിലൂടെ ആരംഭിച്ച ശുശ്രൂഷയായിരുന്നു ശക്തമായിട്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതിന് പാരലായിട്ട് അന്ത്യോക്യയിൽ നിന്നും ആരംഭിച്ച വേറൊരു ശക്തിയെ ലോകം മുഴുവനും സാത്താൻ പരത്തുവാനായിട്ട് ഇടയായി. അവരുടെ ഇടയിലാണ് സഭാപിതാക്കന്മാരൊക്കെ എഴുന്നേൽക്കാൻ ഇടയായത്. അവരുടെ ഇടയിലാണ് അവസാനം കുസ്തന്തിനോസ് ഒക്കെ വരികയും പിന്നെ സഭാ കൗൺസിലുകളൊക്കെ ആരംഭിച്ച് ക്രിസ്ത്യാനിറ്റി എന്നതിനെ ഊട്ടി ഉറപ്പിച്ച് അങ്ങനെ ഒരു മാർഗം വരികയും പോളിൽ കൂടെ ആരംഭിച്ച ആ പൊളൈൻ റെവലേഷനെയും പോളിൽ കൂടെ ആരംഭിച്ച് വന്നിരുന്ന ആ ഒരു സത്യമാർഗം, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് പറഞ്ഞ ആ കൊടിയ ചെന്നായ്ക്കളെല്ലാം കൂടെ അതിനെ കൊന്നു വിഴുങ്ങിക്കളഞ്ഞു. ആ ഒരു സത്യമാണ് നാം ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ദൈവസഭ എന്ന് പറയുന്നത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഈ ശുശ്രൂഷയാ വെളിപ്പെടുത്തുന്നത്. ഈ കാര്യം ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. നീ മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് കർത്താവ് വന്ന് പറയുക. ഗലാത്യയിലെ ലൂസ്ത്രയിൽ വെച്ച് 3-ാം സ്വർഗത്തോളം കർത്താവ് എടുത്തുകൊണ്ടുപോയി കാണിക്കുക അവിടെ എന്താണ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതെന്ന്.
വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ ഒരു ശൂലം തന്നിരിക്കുന്നു. അതുപോലെ തന്നെ 25 വർഷം കഴിഞ്ഞിട്ടും വെളിപ്പാട് കാണിച്ചുകൊണ്ടിരിക്കുക. കൊലോസി ലേഖനം 1:26 ഞാൻ വായിച്ച് കേൾപ്പിച്ചു. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 3:9 പറയുക, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദി കാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതൊന്ന് പ്രകാശിപ്പാനായി ദൈവം എനിക്ക് കൃപ തന്നിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞ് ഈ കാര്യങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ ദൈവത്തിന്റെ നാവായി ലോകത്തോട് ഈ സ്വർഗീയ പദ്ധതിയെ അറിയിച്ചുകൊണ്ടിരിക്കുക. ദൈവം അതിന് ഫലം കൊടുത്തുകൊണ്ടിരിക്കുക. ഇതുപോലെ ഒരു വെളിപ്പാടും പന്തിരുവർക്ക് കൊടുത്തിട്ടില്ല. ഇങ്ങനൊരു അസാധാരണമായ ദൈവിക പദ്ധതി പോളിലൂടെ നിറവേറിക്കൊണ്ടിരിക്കുക. അവിടെ വന്നിട്ട് ചിലർ പറയുക, ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ പക്ഷക്കാരെന്ന്, ഞങ്ങൾ പത്രോസിന്റെ പക്ഷക്കാരെന്ന് പറയുക. ഇവരെ നിങ്ങൾ എന്ത് പറയും? ശരിക്കും കൊമേഡിയൻസ് എന്നല്ലാതെ എന്താ ഇവരെ വിളിക്കേണ്ടത്? കർത്താവ് പൗലോസിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഡേ ആൻഡ് നൈറ്റ് കർത്താവ് പൗലോസിന്റെ കൂടെ വെളിപ്പാടുകൾ കൊടുത്ത് തന്നെ കൂടെ കൊണ്ടു നടന്ന് തന്നിൽ കൂടെ ഒരു സ്വർഗീയ പദ്ധതി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവിടെ വേറൊരു കൂട്ടർ വന്നിട്ട് പറയാ, ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ പക്ഷക്കാരാണ്. എന്താ ഇതിന് പറയേണ്ടത്? പോള് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഇവരെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും വലിയ ക്രിസ്ത്യാനികൾ, ഏറ്റവും തട്ടുപൊളിപ്പൻ ക്രിസ്ത്യാനികൾ എന്ന് അവകാശപ്പെടുന്നവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇവരെ നോക്കിയാ പോള് പറയുന്നത്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആരെ കുറിച്ചാ പറഞ്ഞതെന്നറിയാമോ? അവര് ഇന്ന് നമുക്കെതിരായിട്ട് തിരിഞ്ഞിരിക്കുക. ഈ ആ വാക്യത്തിന്റെ തന്നെ 2 കൊരിന്ത്യൻസ് 11 അധ്യായം, അവിടെ അവരെ നോക്കി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. 2 കൊരിന്ത്യൻസ് 11 അധ്യായം, ഞാൻ ആ വാക്യം എടുത്തിട്ടില്ല. 2 കൊരിന്ത്യൻസ് 11 അധ്യായം നിങ്ങൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഭാഗമാണ്. അത് ഞാനൊന്ന് ജസ്റ്റ് പെട്ടെന്ന് വായിച്ച് കേൾപ്പിക്കാം. 2 കൊരിന്ത്യൻസ് 11 അധ്യായം അവിടെ പറയാണ്, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോട് എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതിന്റെ 14 വാക്യം, ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, ഇവർ കപട വേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമല്ല, സാത്താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമില്ല, അവരുടെ അവസാനം അവരുടെ പ്രവർത്തികൾക്ക് ഒത്തതായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ പോളിൽ കൂടെ ഒരു സുവിശേഷം ലോകം മുഴുവൻ രക്ഷിക്കപ്പെടുന്ന ഒരു സ്വർഗീയ പദ്ധതി, അതിന്റെ മുന്നിൽ, അതായത് വലിയ എന്താ പറയുക, ആറ്റം ബോംബ് മാതിരി സംഗതി പോള് പൊട്ടിച്ചോണ്ടിരിക്കുക. അവിടെ വന്ന് ചെറിയ ഓലപ്പടക്കവുമായിട്ട് വന്നിട്ട് പറയാ, ഞങ്ങള് ഈ പടക്കം പൊട്ടിക്കാൻ പോവാന്ന് പറയുന്ന മാതിരിയാണ്. യേശു ക്രിസ്തു ദൈവം ഡയറക്റ്റ് ഇറങ്ങി ഉലക സ്ഥാപനം മുതൽ മർമ്മമായിരുന്ന ഒരു സ്വർഗീയ പദ്ധതി റിവീൽ ആകുന്നിടത്ത് വേറൊരു കൂട്ടർ വന്ന് പറയുക, ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ പക്ഷക്കാരാണ്. ശരിക്കും കോമേഡിയൻസ് എന്നല്ലാതെ എന്താ അവരെ പറയേണ്ടത്? ഇന്നത്തെ ആ ഒരു ഗ്രൂപ്പ് അത് തന്നെയാണ് ചെയ്യുന്നത്. ഇവര് വഷളായി പോൾ ഉപദേശിച്ച ആ ഉപദേശം പറയുന്നവരെ ഇന്ന് ആക്ഷേപിക്കുന്ന ലെവലിൽ കാര്യങ്ങൾ വഷളായി പോയി. അതായത് വാദി പ്രതിയായി പോയി. ഇന്ന് നമ്മളെ പോലെ പൊളൈൻ റെവലേഷൻ പ്രസംഗിക്കുന്ന നമ്മളെ പോലുള്ളവരെ ആക്ഷേപിക്കുന്ന ലെവലിൽ അവർ വഷളായിപ്പോയി. അരിയും തിന്നു, ആശാരിയും കടിച്ചു, പിന്നെയും പട്ടിക്ക് മുറിവുറുപ്പ് എന്ന് പറയുന്ന മാതിരി ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ വഷളായിപ്പോയി. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ കള്ള അപ്പോസ്തലനെന്നും കപട വേലക്കാരെന്നും പറയുന്നത് പന്തിരുവരെ കുറിച്ചല്ല, 12 അപ്പോസ്തലന്മാരെ കുറിച്ചല്ല ഈ പറയുന്നത്. ഇതിൽ ഒരു നല്ല പങ്കും പെന്തക്കോസ് നാളിലെ ആത്മപകർച്ചയുടെ അനുഭവം കണ്ടവരും അനുഭവിച്ചവരും കേട്ടറിഞ്ഞവരും വിശ്വസിച്ചവരും ഒക്കെയാ. അവരങ്ങനെ അവരവരുടെ ദേശത്ത് വന്ന് സഭകൾ ആരംഭിച്ചിരിക്കുക. അന്നുണ്ടായിരുന്നവർ തിരികെ പോരുന്നവരാണ് ഈ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അന്ന് പെന്തക്കോസ് നാളിലെ യെരുശലേമിലെ ലീഡർ പത്രോസ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പത്രോസിന്റെ പക്ഷക്കാരെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തിരിഞ്ഞിരിക്കുക. പിന്നീട് ആ സ്ഥാനത്തേക്ക് വന്നത് കർത്താവിന്റെ സഹോദരനായിരുന്ന യാക്കോബാണ്. അതുകൊണ്ട് ഞങ്ങൾ യാക്കോബിന്റെ പക്ഷക്കാരെന്ന് പറഞ്ഞ വേറൊരു ഗ്രൂപ്പ്, ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ പക്ഷക്കാരെന്ന് പറഞ്ഞ വേറൊരു ഗ്രൂപ്പ്. ഈ വെളിപ്പാട് പുസ്തകം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് അവിടെ ഒരു ഗ്രൂപ്പിനെ കാണാം. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. ആ എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ ഞങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്ന ചിലരെ നിങ്ങൾ കള്ളന്മാരെന്ന് കണ്ടതിൽ ഞാൻ അഭിമാനിക്കുന്നു, ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം. അതായത്
ഇങ്ങനെ അപ്പോസ്തലന്മാർ, കള്ള അപ്പോസ്തലന്മാർ, ഞങ്ങളെ ദൈവം അയച്ചിരിക്കുന്നു, ഞങ്ങളെ യെരുശലേമിൽ നിന്ന് അയച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിസിറ്റിംഗ് കാർഡുമായിട്ട് വരുന്ന കുറെ ആൾക്കാരുണ്ട്. ഇന്നുമുണ്ട് അതുപോലുള്ള ഒത്തിരി അപ്പോസ്തലന്മാർ. ഇവരെ അവിടെ പ്രതിപാദിക്കുന്നത്, നിങ്ങൾ കള്ള അപ്പോസ്തലന്മാര്, അവർ കപട വേലക്കാര്, കൊരിന്തിൽ വന്ന് അവരെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നവര്. അതുകൊണ്ട് അവരോട് പറയുന്നത് നിങ്ങൾ കള്ള അപ്പോസ്തലന്മാര്. 12 കള്ള അപ്പോസ്തലന്മാരാണെന്നല്ല പറയുന്നത്. അവർ ഓൾറെഡി ജെറുസലേം കൗൺസിലിൽ ഒരു ഉടമ്പടി എടുത്തിരിക്കുക, ഞങ്ങൾ പരിച്ഛേദനക്കാരുടെ ഇടയിലും നിങ്ങൾ ജാതികളുടെ ഇടയിലും ശുശ്രൂഷിച്ചോളാം. അതുകൊണ്ട് തന്നെ അവർ പരിച്ഛേദനക്കാരുടെ ഇടയിൽ മാത്രമേ ശുശ്രൂഷിച്ചിട്ടുള്ളൂ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് കാണാം. 1 പത്രോസ് 1:1, 2 പത്രോസ് 1:1, യോഹന്നാന്റെ ലേഖനം, യൂദായുടെ ലേഖനം ഒക്കെ വായിച്ചാൽ പകൽ വെളിച്ചം പോലെ ക്ലിയർ ആണ്. അവർ യഹൂദന്മാരുടെ ഇടയിലാണ് ശുശ്രൂഷിച്ചിരിക്കുന്നത്. ബാക്കി ഈ അധ്യായങ്ങളിലൊക്കെ 1-ാമത്തെ വാക്യം തുടങ്ങുന്നത് അവരെ സല്യൂട്ട് ചെയ്തുകൊണ്ടാണ്. അവരുടെ കാലശേഷം ആ പദ്ധതി തീരുകയും ചെയ്തു. യോഹന്നാനെ വരുവാനുള്ള കാര്യങ്ങൾ പത്മോസിൽ വെച്ച് കാണിച്ച്, ദാനിയേൽ പ്രവാചകനെ കാണിച്ച 70-ാമത്തെ ആഴ്ചവട്ടമുണ്ട്, അതിനെ ക്ലിയർ ആയിട്ട് പത്രോസിനെ കാണിച്ച ആ കാര്യങ്ങൾ അവിടെ അവസാനിച്ചിരിക്കുക. എന്നാൽ ആ കാലഘട്ടത്തിൽ തന്നെ, ഈ 12 കാലഘട്ടത്തിൽ തന്നെ പൗലോസിനെ വിളിച്ച് മിസ്റ്ററി റിവീലാക്കി, ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്താണെന്ന് കാണിച്ച്, ഉലകത്തിലുള്ള സകല മനുഷ്യർക്കും രക്ഷ, അതിൽ യഹൂദനൊന്നും യവനൊന്നുമില്ല, എല്ലാവർക്കും രക്ഷിക്കപ്പെടുവാനുള്ള അവസരം തുറന്ന് കർത്താവിന്റെ കാൽവറിയിലെ വിശ്വാസത്താൽ വിശ്വസിക്കുന്ന ഏവർക്കും പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ആ ഒരു വലിയ രക്ഷാ പദ്ധതി നമ്മുടെ മുന്നിൽ തുറന്നിരിക്കുക. ഇവിടെ വേറെ ഉപദേശങ്ങളും പ്രമാണങ്ങളും ന്യായപ്രമാണവും ഒന്നും അല്ല വിഷയം. അതുകൊണ്ട് അവരുടെ ഉപദേശവുമായിട്ട് വരുന്നവരെയാണ് പോൾ പറയുന്നത് അവർ കള്ള അപ്പോസ്തലന്മാർ, അവർ കപട വേലക്കാർ, അവർ ക്രിസ്തുവിന്റെ വേഷം ധരിക്കുന്ന, ആ ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവർ എന്ന് പറയാൻ കാര്യം ഇതാണ്. കാര്യം അമാനുഷികമായ ഒരു സ്വർഗീയ പദ്ധതി ദൈവം പോളിൽ കൂടെ റിവീൽഡ് ആയിക്കൊണ്ടിരിക്കുന്നിടത്താണ് ഇവർ വന്ന് ഈ ചെപ്പടി വിദ്യകളൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ പക്ഷക്കാരെന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തുടർമാനമായിട്ട് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ സമയം തീർന്നിരിക്കുകയാണ്, നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പോസ്തോലിക അധികാരം, ഉപദേശം, അടിസ്ഥാനം, കള്ള അപ്പോസ്തലന്മാര്, ഈ കാലഘട്ടത്തിലെ കപട വേലക്കാര്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി തരാനായിട്ടാണ് ഇന്നത്തെ ബൈബിൾ ക്ലാസ് ഞാൻ ഉപയോഗിച്ചത്. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാരമ്പര്യത്തിലും പിതൃസമ്പ്രദായങ്ങളിലും അകപ്പെട്ട് നിന്നു കഴിഞ്ഞാൽ നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടത് ദൈവത്തിന്. ഒരു നാൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ടതായിട്ട് വരും. ഞങ്ങൾ ഇത് അറിഞ്ഞില്ല, ഞങ്ങൾ ഇത് കേട്ടില്ല, ഞങ്ങൾ പിതാക്കന്മാരുടെ പഠിപ്പേരിൽ ഞങ്ങൾ ആശ്രയിച്ചിരുന്നു ഒന്നും പറയുന്ന ഒരു എക്സ്ക്യൂസ് അല്ല. തിരുവചനം എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ദൈവം നിങ്ങളോട് ചോദിക്കുന്നത്. അതുകൊണ്ട് വിശ്വസ്തരായിട്ട് നിൽക്കുവാൻ, ലജ്ജിതരായി പോകുന്നതിനിടയായി തീരാതെ, ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി കർത്താവിന് കൊള്ളാവുന്നവനായി നിൽക്കുവാൻ, സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുവാൻ നിങ്ങളെ ഒരിക്കൽ കൂടി പ്രബോധിപ്പിക്കുകയും അതിൽ വിശ്വസിക്കുകയും അടിയുറച്ച് കർത്താവിന്റെ അംബാസിഡേഴ്സ് ആയിട്ട് നിൽക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രബോധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ.